നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, വീണ്ടും ഒരു പ്രാവശ്യം കൊണ്ട് അടിയങ്ങൾ അവിടുത്തെ തിരുസന്നിധിയിലേക്ക് കടന്നു വരുന്നു. ഈ മാസത്തിന്റെ അവസാന ഞായറാഴ്ചയെങ്കിലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നു. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ദൈവത്തിന്റെ കൃപ ഞങ്ങളുടെ മേൽ വ്യാപരിച്ചതോർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, തിരുസന്നിധിയിൽ ഞങ്ങൾ ഒന്നിച്ചുകൂടി ദൈവത്തെ ആരാധിക്കുവാനും അവിടുത്തെ തിരുവചനം കേൾപ്പാനും അങ്ങയുടെ ശരീര രക്തങ്ങളിൽ പങ്കാളികളാകുവാനും കടന്നു വരുമ്പോൾ ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടുത്തെ ആത്മാവിനാൽ ഏകാഗ്രപ്പെടുത്തുകയും ഒരുക്കുകയും ചെയ്യണമേ. ഞങ്ങൾ അങ്ങയുടെ സന്നിധി ചെലവഴിക്കുന്ന സമയം ഞങ്ങൾക്ക് അനുഗ്രഹത്തിന്റെ സമയമാക്കി തരണമേ. പിതാവേ, അവിടെ ഞങ്ങളോട് സംസാരിക്കണമേ. ജീവിതത്തിൽ ബലം പ്രാപിച്ചുകൊണ്ട് കടന്നു പോകാനിടയാക്കണം. മഹത്വമെടുക്കണം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. നമുക്ക് ഗീതം പാടാം. സർവശക്തനായ ദൈവമേ, അങ്ങേക്ക് സകല ഹൃദയങ്ങളും തുറന്നിരിക്കുന്നവയും സകല ആഗ്രഹങ്ങളും അറിയപ്പെട്ടവയും അങ്ങയിൽ രഹസ്യങ്ങളൊന്നും മറവില്ലാത്തതുമാകുന്നുവല്ലോ. ഞങ്ങൾ അങ്ങേ പൂർണ്ണമായി സ്നേഹിപ്പാനും അങ്ങയുടെ പരിശുദ്ധ നാമത്തെ യോഗ്യമായി മഹത്വപ്പെടുത്തുവാനും അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ വിശ്വാസത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളുടെ തന്നെ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം വെടിപ്പാക്കണമേ. സൈന്യങ്ങളുടെ ദൈവമായ
കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ആകാശവും ഭൂമിയും അവിടുത്തെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, അങ്ങേക്ക് മഹത്വമുണ്ടാകട്ടെ. ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. സർവശക്തനേ, അങ്ങ് പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവന് അങ്ങ് പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. അടിയങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അരുളിച്ചത് ഇസ്രായേലേ കേൾക്കാം. നമ്മുടെ ദൈവമായ കർത്താവേ കർത്താവാകുന്നു. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും മനസ്സോടും കൂടെ സ്നേഹിക്കേണ്ടതാകുന്നു. ഇതാകുന്നു ഒന്നാമത്തെ കൽപ്പന. രണ്ടാമത്തേതിനോട് സമമിതാ നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഇവയിൽ വലുതായ ഒരു കൽപ്പനയുമില്ല. ഈ രണ്ട് കൽപ്പനകളിൽ സകലനായ പ്രമാണം പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിന്റെ ഏറ്റവും പരിശുദ്ധ വചനം കേൾപ്പാനും കർത്താവിന്റെ ശരീരാരക്തങ്ങളെ കൈക്കൊള്ളുവാനും നാം ദൈവസന്നിധിയിൽ ഭയഭക്തിയോടുകൂടി ഒരുമിച്ച് വന്നിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് മുട്ടുകുത്തിമൗനമായി നമ്മെ തന്നെ ശോധന ചെയ്ത് വിശ്വാസത്തോടും അനുതാപത്തോടും കൂടെ അവങ്കിലേക്ക് സമീപിക്കുന്നതിന് ദൈവത്തിന്റെ കൃപ അന്വേഷിക്കാം. നമ്മുടെ പാപങ്ങളെ കുറിച്ച് നേരായും താല്പര്യമായും മനസ്സാന്തരപ്പെട്ട് നമ്മുടെ കൂട്ടുകാട് പ്രിയവും സ്നേഹവുമായിരുന്നു ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ടും മേലാൽ അവന്റെ വിശുദ്ധ വഴിയിൽ കൂടെ നടന്നുകൊണ്ടും പുതിയ ജീവിതം നയിപ്പാൻ നിശ്ചയിച്ചിരിക്കുന്ന നമ്മൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം അവരോട് പുതുതായി നിരപ്പാക്കപ്പെടേണ്ടതിന് സർവശക്തനായ ദൈവത്തോട് താഴ്മയായി നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയാം. നമുക്ക് ചേർന്ന് ചൊല്ലാം. സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങൾ അങ്ങേക്ക് ഞങ്ങളുടെ അയൽക്കാർക്ക് വിരോധമായ പാപം ചെയ്തിരിക്കുന്ന ഏറ്റുപറയും. ഞങ്ങൾ പ്രകാശത്തിലായിരിക്കും എത്രേ നടന്നിരിക്കുന്നത്. ഞാൻ കർത്താവിനെ നാം ഉച്ചരിക്കുന്നെങ്കിലും ഞങ്ങളെ നീതി വിട്ടാകുന്നിട്ടില്ല. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. യേശുക്രിസ്തു നിമിത്തം ഞങ്ങളുടെ സകല പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ വെടിപ്പാക്കണമേ. ഞങ്ങളുടെ മനസ്സാക്ഷികളെ ഉണർത്തണമേ. മറ്റുള്ളവർക്ക് ക്ഷേമാൻ പ്രാപ്തി നൽകണം. അവിടുത്തെ നാമത്തിന്റെ ജീവന്റെ ബന്ധത്തിൽ മേലാലെ സ്നേഹിക്കുവാൻ നൽകണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമേൻ. സത്യമായി ക്രിസ്തുവിൽ കുടത്തങ്ങളിലേക്ക് തിരിയുന്ന എല്ലാവരോടുമുള്ള ദൈവത്തിന്റെ കൃപാമൊഴി കേൾപ്പീൻ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങളെല്ലാവരും എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നവന് നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ
നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. മനഃപൂർവമായ മനസ്സാന്തരത്തോടും സത്യവിശ്വാസത്തോടും തങ്ങളിലേക്ക് തിരികെയും തങ്ങളുടെ സഹോദരങ്ങളോട് ക്ഷമിക്കുകയും ചെന്നെല്ലാവർക്കും പാപമോചനം നൽകുമെന്ന് തന്റെ മഹാകരുണയാൽ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന സ്വർഗ്ഗസ്ഥ പിതാവായ സർവശക്തിയുള്ള ദൈവം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമ്മുടെ കരുണയുണ്ടായി നമ്മുടെ സകല പാപങ്ങളെ ക്ഷമിച്ചു അവയിൽ നമ്മെ വിടുവിച്ചു സകല നന്മയിലും ഉറപ്പിച്ചു ബലപ്പെടുത്തി നമ്മെ നിത്യജീവനിലേക്ക് പ്രവേശിപ്പിക്കട്ടെ. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദരിദ്രരുടെയും പാർശ്വവൽക്കപ്പെട്ടവരുടെയും ഹൃദയവിലാപം ശ്രദ്ധിക്കുന്ന നീതിയുടെയും ജീവന്റെയും ദൈവമേ, അധാർമികതയെ പരിത്യജിക്കുവാൻ ഞങ്ങളെ രൂപാന്തരപ്പെടുത്തുകയും നീതിപൂർവവും ദൈവികവുമായ ജീവിതം നയിപ്പാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. അവനോ വളരണം, ഞാനോ കുറയണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മഹത്വത്തിൽ വെളിപ്പെടുന്ന കർത്താവിന്റെ പ്രത്യക്ഷതയ്ക്കായി ആകാംക്ഷയോടെ കാത്തിരിക്കുവാൻ അങ്ങയോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകദൈവമായ കാലാവസാനം കൂടെ ജീവിച്ചു വാഴുന്ന യേശുക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമേൻ. ഇപ്പോൾ ഒന്നാം പാഠം വായിച്ചു കേൾക്കാം. ഇന്നേ കാലത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന ഒന്നാം പാഠം 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം 1 മുതൽ 15 വരെ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവവചനങ്ങളെ കേൾപ്പീൻ. 2 രാജാക്കന്മാർ 2:1 മുതൽ 15 വരെ. യഹോവ ഏലിയാവെ ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് എടുത്തുകൊള്ളുവാൻ ഭാവിച്ചിരിക്കുമ്പോൾ ഏലിയാവ് എലീശയോടുകൂടെ ഗിൽഗാലിൽ നിന്ന് പുറപ്പെട്ടു. ഏലിയാവ് എലീശയോട്, നീ ഇവിടെ താമസിച്ചുകൊള്ളുക, യഹോവ എന്നെ ബേഥാലിലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. എലീശ അവനോട്, യഹോവയാണ് നിന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ബേഥേലിലേക്ക് പോയി. ബേഥേലിലെ പ്രവാചകന്മാർ എലീശയുടെ അടുക്കൽ പുറത്തു വന്ന് അവനോട്, യഹോവ ഇന്ന് നിന്റെ യജമാനെ നിന്റെ തലയ്ക്കൽ നിന്ന് എടുത്തുകൊള്ളും എന്ന് നീ അറിയുന്നുവോ എന്ന് ചോദിച്ചു. അതിനെ അവൻ, അതെ, ഞാൻ അറിയുന്നു, നിങ്ങൾ മിണ്ടാതിരിപ്പീൻ എന്ന് പറഞ്ഞു. ഏലിയാവ് അവനോട്, എലീശായെ, നീ ഇവിടെ താമസിച്ചുകൊള്ളുക, യഹോവ എന്നെ യെരിഹോവിലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിനെ അവൻ, യഹോവയാണ് നിന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ യെരിഹോവിലേക്ക് പോയി. യെരിഹോവിലെ പ്രവാചക ശിഷ്യന്മാർ എലീശയുടെ അടുക്കൽ വന്ന് അവനോട്, യഹോവ ഇന്ന് നിന്റെ യജമാനെ നിന്റെ തലയ്ക്കൽ നിന്ന് എടുത്തുകൊള്ളും എന്ന് നീ അറിയുന്നുവോ എന്ന് ചോദിച്ചു. അതിനെ അവൻ, അതെ, ഞാൻ അറിയുന്നു, നിങ്ങൾ മിണ്ടാതിരിപ്പീൻ എന്ന് പറഞ്ഞു. ഏലിയാവ് അവനോട്, നീ ഇവിടെ താമസിച്ചുകൊള്ളുക, യഹോവ എന്നെ യോർദാങ്കിലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിനെ അവൻ, യഹോവയാണ് നിന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഇരുവരും കൂടെ പോയി. പ്രവാചക ശിഷ്യന്മാരിൽ 50 പേർ ചെന്ന് അവർക്കെതിരെ ദൂരത്ത് നിന്നു. അവർ ഇരുവരും യോർദാൻ അരികെ നിന്നു. അപ്പോൾ ഏലിയാവ് തന്റെ പുതപ്പ് എടുത്തു മടക്കി വെള്ളത്തെ അടിച്ചു, അത് അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞു. അങ്ങനെ അവർ ഇരുവരും ഉണങ്ങിയ നിലത്തുകൂടി അക്കരയ്ക്ക് കടന്നു. അവർ അക്കരെ കടന്ന ശേഷം ഏലിയാവ് എലീശയോട്, ഞാൻ നിങ്ങൾ നിന്ന് എടുത്തുകൊള്ളപ്പെടും മുൻപ് ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം, ചോദിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. അതിനെ എലീശ, നിന്റെ ആത്മാവിൽ ഇരട്ടിപ്പങ്ക് എന്റെ മേൽ വരുമാറാകട്ടെ എന്ന് പറഞ്ഞു. അതിനെ അവൻ, നീ പ്രയാസമുള്ള കാര്യമാകുന്നു ചോദിച്ചത്. ഞാൻ നിങ്ങൾ നിന്ന് എടുത്തുകൊള്ളപ്പെടുമ്പോൾ നീ എന്നെ കാണുന്നുവെങ്കിൽ നിനക്ക് അങ്ങനെ ഉണ്ടാകും, അല്ലെന്ന് വരയിൽ ഉണ്ടാകയില്ല എന്ന് പറഞ്ഞു. അവർ സംസാരിച്ചുകൊണ്ട് നടക്കുമ്പോൾ അഗ്നിരഥവും അഗ്നിശ്വങ്ങളും വന്ന് അവരെ തമ്മിൽ വേർപിരിച്ചു.
അങ്ങനെ ഏലിയാവ് ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് കയറി. ഏലീശ അത് കണ്ടിട്ട്, എന്റെ പിതാവേ, എന്റെ പിതാവേ, ഇസ്രായേലിന്റെ തേരും തേരാളികളും എന്ന് നിലവിളിച്ചു. പിന്നെ അവനെ കണ്ടില്ല. അപ്പോൾ അവൻ തന്റെ വസ്ത്രം പിടിച്ച് 2 ഖണ്ഡമായി കീറിക്കളഞ്ഞു. പിന്നെ അവൻ ഏലിയാവിന്മേൽ വീണ പുതപ്പ് എടുത്തു മടങ്ങിച്ചെന്ന് യോർദാൻ അരികെ നിന്നു. ഏലിയാവിന്മേൽ വീണ പുതപ്പ് കൊണ്ട് അവൻ വെള്ളത്തെ അടിച്ചു. ഏലിയാവിന്റെ ദൈവമായ യഹോവ എവിടെ എന്ന് പറഞ്ഞു. അവൻ വെള്ളത്തെ അടിച്ചപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞു. എലീശ ഇക്കരയ്ക്ക് കടന്നു. എരിഹോവിൽ അവിടെ അവനെതിരെ നിന്നിരുന്ന പ്രവാചക ശിഷ്യന്മാർ അവനെ കണ്ടിട്ട്, ഏലിയാവിന്റെ ആത്മാവ് എലീശയുടെ മേൽ അധിവസിക്കുന്നു എന്ന് പറഞ്ഞ് അവനെ എതിരേറ്റിച്ചെന്ന് അവന്റെ മുൻപിൽ സാഷ്ടാംഗം വീണു. ഇങ്ങനെ 1-ാം പാഠം അവസാനിക്കുന്നു. സങ്കീർത്തനം 119 സങ്കീർത്തനം 33 മുതൽ 48 വരെയുള്ള വാക്യങ്ങൾ. സാംസ് 119 വേഴ്സസ് 33-48. യഹോവേ, നിന്റെ ചട്ടങ്ങളുടെ വഴി എന്നെ ഉപദേശിക്കണമേ. ഞാൻ അതിനെ അവസാനത്തോളം പ്രമാണിക്കും. ഞാൻ നിന്റെ ന്യായപ്രമാണം കാക്കേണ്ടതിനും അതിനെ പൂർണ്ണഹൃദയത്തോടെ പ്രമാണിക്കേണ്ടതിനും എനിക്ക് ബുദ്ധി നൽകണമേ. നിന്റെ കൽപ്പനകളുടെ പാതയിൽ എന്നെ നടത്തണമേ. ഞാൻ അതിൽ ഇഷ്ടപ്പെടുന്നുവല്ലോ. ദുരാദായത്തിലേക്കല്ല, നിന്റെ സാക്ഷ്യങ്ങളിലേക്ക് തന്നെ എൻ്റെ ഹൃദയം ചായുമാറാക്കണമേ. വ്യാജത്തെ നോക്കാതെ വണ്ണം നിന്റെ കണ്ണുകളെ തിരിച്ച് നിന്റെ വഴികളിൽ എന്നെ ജീവിപ്പിക്കണമേ. നിന്നോടുള്ള ഭക്തിയെ വർദ്ധിപ്പിക്കുന്നതായ നിന്റെ വചനത്തെ അടിയന് നിവർത്തിക്കണമേ. ഞാൻ പേടിക്കുന്ന നിന്നെ അകറ്റിക്കളയണമേ. നിന്റെ വിധികൾ നല്ലവയല്ലോ. ഇതാ, ഞാൻ നിന്റെ പ്രമാണങ്ങളെ വാഞ്ചിക്കുന്നു. നിന്റെ നീതിയാൽ എന്നെ ജീവിപ്പിക്കണമേ. യഹോവേ, നിന്റെ വചനപ്രകാരം നിന്റെ ദയയും നിന്റെ രക്ഷയും എങ്കിലേക്ക് വരുമാറാകട്ടെ. ഞാൻ നിന്റെ വചനത്തിൽ ആശ്രയിക്കുന്നത് കൊണ്ട് എന്നെ നിന്ദിക്കുന്നവനോട് ഉത്തരം പറവാൻ ഞാൻ പ്രാപ്തനാകും. ഞാൻ നിന്റെ വിധികൾക്കായി കാത്തിരിക്കയാൽ സത്യത്തിന്റെ വചനം എൻ്റെ വായിൽ നിന്ന് നീക്കിക്കളയരുതേ. അങ്ങനെ ഞാൻ നിന്റെ ന്യായപ്രമാണം ഇടപെടാതെ എന്നേക്കും പ്രമാണിക്കും. നിന്റെ ന്യായപ്രമാണങ്ങളെ ആരായുന്നത് കൊണ്ട് ഞാൻ വിശാലതയിൽ നടക്കും. ഞാൻ ലജ്ജിക്കാതെ രാജാക്കന്മാരുടെ മുമ്പിലും നിന്റെ സാക്ഷ്യങ്ങളെക്കുറിച്ച് സംസാരിക്കും. ഞാൻ നിന്റെ കൽപ്പനകളിൽ പ്രമോദിക്കുന്നു. അവ എനിക്ക് പ്രിയമായിരിക്കുന്നു. എനിക്ക് പ്രിയമായിരിക്കുന്ന നിന്റെ കൽപ്പനകളിലേക്ക് ഞാൻ കൈകളെ ഉയർത്തുന്നു. നിന്റെ ചട്ടങ്ങളെ ഞാൻ ധ്യാനിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ, ആദ്യം മുതൽ ഇപ്പോഴും എന്നേക്കും ഉള്ള പ്രകാരം തന്നെ. ആമേൻ. രണ്ടാമത്തെ പാഠം. ഇന്നത്തേക്കുള്ള 2-ാം പാഠം അപ്പോസ്തലനായ പൗലോസ് തീത്തോസിന് എഴുതിയ ലേഖനം 2-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള ദൈവവചനങ്ങളെ കേൾപ്പിൻ. ടൈറ്റസ് ചാപ്റ്റർ 2 1-15. നീയോ പഥ്യോപദേശത്തിന് ചേരുന്നത് പ്രസ്താവിക്കുക. വൃദ്ധന്മാർ നിർമ്മതവും ഗൗരവവും സുബോധവുമുള്ളവരും വിശ്വാസത്തിലും സ്നേഹത്തിലും സഹിഷ്ണുതയിലും ആരോഗ്യമുള്ളവരുമായിരിക്കണമെന്നും, വൃദ്ധന്മാരും അങ്ങനെ തന്നെ നടപ്പിൽ പവിത്രയോഗ്യമാരും ഏഷണി പറയാത്തവരും വീഞ്ഞിന് അടിമപ്പെടാത്തവരുമായിരിക്കണമെന്നും, ദൈവവചനം ദുഷിക്കപ്പെടാതിരിക്കേണ്ടതിന് യൗവനക്കാരത്തികളെ ഭർത്തൃപ്രിയമാരും പുത്രപ്രിയമാരും സുബോധവും പാതിവൃത്യമുള്ളവരും വീട്ടുകാര്യം നോക്കുന്നവരും ദയയുള്ളവരും ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുന്നവരുമായിരിക്കാൻ ശീലിപ്പിക്കേണ്ടതിന് നന്മ ഉപദേശിക്കുന്നവരും ആയിരിക്കണം എന്ന് പ്രബോധിപ്പിക്കുക. അവണ്ണം യൗവനക്കാരെയും സുബോധമുള്ളവരായിരിക്കാൻ പ്രബോധിപ്പിക്കുക. വിരോധി നമ്മെക്കൊണ്ട് ഒരു തിന്മയും പറവാൻ വകയില്ലാതെ ലജ്ജിക്കേണ്ടതിന് സകലത്തിലും നിന്നെ തന്നെ സൽപ്രവൃത്തികൾക്ക് മാതൃകയാക്കി കാണിക്കുക. ഉപദേശത്തിൽ നിർമ്മലതയും ഗൗരവവും ആക്ഷേപിച്ചുകൂടാത്ത പഥ്യവചനവുമുള്ളവനായിരിക്കുക. ദാസന്മാർ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെ ഉപദേശത്തെ സകലത്തിലും അലങ്കരിക്കേണ്ടതിന് യജമാനന്മാർക്ക് കീഴടങ്ങി സകല വിധത്തിലും പ്രസാദം വരുത്തുന്നവരും എതിർ പറയുകയോ വഞ്ചിച്ചെടുക്കുകയോ ചെയ്യാതെ സകലത്തിലും നല്ല വിശ്വസ്തത കാണിക്കുന്നവരും ആയിരിക്കാൻ കൽപ്പിക്കാം. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ട് മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തിയേടും പ്രപഞ്ചമോഹവും വർജിച്ചിട്ട്
ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ച് വളർത്തുന്നു. അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് സൽപ്രവർത്തികളിൽ ശുഷ്കാന്തിയുള്ളൊരു സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. ഇത് പൂർണ്ണ ഗൗരവത്തോടെ പ്രസംഗിക്കുകയും പ്രബോധിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യുക. ആരും നിന്നെ തുച്ഛീകരിക്കരുത്. ഇവിടെ 2-ാം പാഠം അവസാനിക്കുന്നു. വിശുദ്ധ സുവിശേഷം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 22-ാം വാക്യം മുതൽ 30-ാം വാക്യം വരെ എഴുതിയിരിക്കുന്ന ദൈവത്തിന്റെ വചനം ശ്രദ്ധയോടെ കേൾപ്പീൻ. അതിന്റെ ശേഷം യേശു ശിഷ്യന്മാരുമായി യഹൂദദേശത്ത് വന്ന് അവരോടുകൂടെ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്നു. യോഹന്നാനും ശാലേമിന് അരികത്ത് ഏനോനിൽ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്നു. അവിടെ വളരെ വെള്ളമുണ്ടായിരുന്നു. ആളുകൾ വന്ന് സ്നാനമേറ്റു. അന്ന് യോഹന്നാനെ തടവിലാക്കിയിരുന്നില്ല. യോഹന്നാന്റെ ശിഷ്യന്മാരിൽ ചിലർക്ക് ഒരു യഹൂദനുമായി ശുദ്ധീകരണത്തെ കുറിച്ച് വാദമുണ്ടായി. അവർ യോഹന്നാന്റെ അടുക്കൽ വന്ന് അവനോട്, റബി, യോർദാനക്കരെ നിന്നോടുകൂടെ ഇരുന്നവൻ, നീ സാക്ഷീകരിച്ചിട്ടുള്ളവൻ തന്നെ ഇതാ സ്നാനം കഴിപ്പിക്കുന്നു, എല്ലാവരും എൻ്റെ അടുക്കൽ ചെല്ലുന്നു എന്ന് പറഞ്ഞു. അതിന് യോഹന്നാൻ, സ്വർഗത്തിൽ നിന്ന് കൊടുത്തിട്ടല്ലാതെ മനുഷ്യനിൽ നിന്ന് ലഭിപ്പാൻ കഴിയില്ല. ഞാൻ ക്രിസ്തുവല്ല, അവന് മുമ്പായി അയക്കപ്പെട്ടവനത്രേ എന്ന് ഞാൻ പറഞ്ഞതിലോ നിങ്ങൾ തന്നെ എനിക്ക് സാക്ഷികളാകുന്നു. മണവാട്ടിയുള്ളവൻ മണവാളനാകുന്നു. മണവാളന്റെ സ്നേഹിതനോ നിന്ന് മണവാളന്റെ സ്വരം കേട്ടിട്ട് അത്യന്തം സന്തോഷിക്കുന്നു. ഈ എൻ്റെ സന്തോഷം ആയിരിക്കുന്നു. അവൻ വളരണം, ഞാനോ കുറയണം എന്ന് ഉത്തരം പറഞ്ഞു. നമുക്ക് കീർത്തനം പാടാം. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, സ്വർഗ്ഗപിതാവേ, വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഞങ്ങൾ അങ്ങയുടെ പാദപീഠത്തിൽ ഇരിക്കട്ടെ. ഞാൻ കൂടി വന്ന സമയമൊക്കെയും അവിടെ ഞങ്ങളോട് സംസാരിച്ച ദൈവമാകുന്നുവല്ലോ. ഇന്ന് പകൽക്കാലവും കർത്താവേ, അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളെ ഏകാഗ്രപ്പെടുത്തുകയും അങ്ങയുടെ വചനത്തിന്റെ മർമ്മങ്ങൾ ഗ്രഹിപ്പാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കുകയും ചെയ്യണമേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, അങ്ങ് ഞങ്ങൾക്ക് എഴുതി തന്ന വചനത്തിൽ നിന്ന് അവിടുന്ന് തന്നെ ശുശ്രൂഷിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണം. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ.
കർത്താവിന്റെ പുനർനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഒരു മാസത്തിന്റെ അവസാന ഞായറാഴ്ചയിലേക്ക് വാഴ്ത്തപ്പെട്ട കർത്താവ് നമ്മളെ ക്ഷേമത്തോടെ കൊണ്ടുവന്നു. കഴിഞ്ഞ ഒരു മാസം കൂടെ ദൈവം എത്ര നല്ലവനും വിശ്വസ്തനുമായിട്ട് നമ്മളോട് കൂടെ ഇരുന്നു. നടത്തിയ വിധങ്ങൾക്കായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കർത്താവ് നമ്മെ കാവൽ ചെയ്തു. പ്രത്യേകിച്ച് മെഡിക്കൽ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം നമ്മുടെ സഹോദരന്മാര് ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. അവർക്ക് വേണ്ടിയൊക്കെ നാം പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു പാൻഡമിക് സമയത്ത് രോഗികളുമായിട്ട് ഇടപെടുന്ന എത്രമാത്രം ആപൽക്കരമാണ് നമുക്കറിയാം. എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ കാവല് നമ്മുടെ പ്രിയപ്പെട്ടവരെ കാത്തു പരിപാലിച്ചു. വലിയ ബുദ്ധിമുട്ടുകളൊന്നും കൂടാതെ പ്രയാസങ്ങൾ ഉണ്ടായില്ലെന്നല്ല, എന്നാൽ അതിന്റെ മധ്യത്തിലൊക്കെയും ദൈവത്തിന്റെ കരുതല്, ദൈവത്തിന്റെ കാവല് ധാരാളമായിട്ട് അനുഭവിപ്പാനായിട്ട് നമുക്ക് സാധിച്ചു. ആ കർത്താവിന്റെ കാവല് തുടർന്ന് നമ്മളോട് കൂടെ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ജൂലൈ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പ്രത്യേകിച്ച് ഒരു മാസത്തിന്റെ പകുതി ഭാഗം, half of the year is gone and we are entering into the second half of the year. പല കാരണങ്ങളാലും സഭയായി നമുക്ക് സജീവമാകുവാനായിട്ട് സാധിച്ചില്ല. എങ്കിലും പ്രതീക്ഷയോടുകൂടെ നമുക്ക് മുന്നോട്ട് പോകുവാൻ കർത്താവ് അനുകൂലമായിട്ടുള്ള സാഹചര്യം നമുക്ക് ഒരുക്കി തന്ന് എത്രയും പെട്ടെന്ന് നമുക്ക് ഒന്നിച്ചു കൂടി വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, സഭയുടേതായിട്ടുള്ള ദൗത്യം നിർവഹിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. ഇന്ന് നമുക്ക് അൽമനാക്കില് ചിന്തിപ്പാനായിട്ട് തന്നിരിക്കുന്ന ചിന്ത ശിഷ്യത്വത്തിന്റെ സാക്ഷ്യം എന്നുള്ളതാണ്. The witness of discipleship. വളരെ ആഴമേറിയ ഒരു വിഷയമാണ്. എന്നാൽ വളരെ നമുക്കൊക്കെ ലളിതമായിട്ട് അറിയാവുന്ന ഒരു വിഷയമാണ്. യേശു കർത്താവ് ജീവിതത്തിന്റെ വിവിധ തുറകളിൽ നിന്നോ 12 പേരെ വിളിച്ചോ വേർതിരിച്ചോ തന്റെ ശിഷ്യന്മാരാക്കുന്നതും അവർ അപ്പോസ്തലന്മാരാ എന്നറിയപ്പെടുന്നതുമൊക്കെ വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. മാർക്കോസ് രേഖപ്പെടുത്തുന്നത് തനിക്ക് ബോധിച്ചവരെ തന്നോടുകൂടെ ഇരുപ്പാനും സുവിശേഷം പ്രസംഗിപ്പാനും ദൈവവചനം പ്രസംഗിപ്പാനായിട്ട് വിളിച്ചു ചേർത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ടു ബി എ ഡിസൈപ്പിൾ, ദ ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ദൈവത്തിനെ വിളിച്ചു വേർതിരിക്കുവാനായിട്ട് മനസ്സായി എന്നാണ് മർക്കോസ് രേഖപ്പെടുത്തുന്നത്. തനിക്ക് ബോധിച്ചവരെ, അവർക്കുണ്ടായിരുന്ന ക്വാളിഫിക്കേഷൻ എന്താണ്, യോഗ്യതകൾ എന്തൊക്കെയാണ് എന്ന് പറയുന്നില്ല, പക്ഷേ അവർ വിളിച്ചു ചേർക്കപ്പെടുവാനായിട്ട് മനസ്സായി എന്ന് വേദപുസ്തകം പറയുന്നു. നമുക്ക് അവന്റെ മക്കളായിരിക്കാൻ, നമ്മുടെ ജീവിതത്തിന്റെ യാത്രയിൽ യേശു കർത്താവിന്റെ ശബ്ദം കേൾക്കുവാനും നമ്മുടെ പാപങ്ങളുടെ കുറവുകളെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് കർത്താവിന്റെ മക്കളായി നമ്മളെ തന്നെ സമർപ്പിക്കുവാനും നമുക്ക് ലഭിച്ച ഭാഗ്യം, അത് കർത്താവ് നമുക്ക് തന്ന വലിയ പദവിയാകുന്നു എന്നോർത്ത് ദൈവത്തിന് നമുക്ക് നന്ദി കരേറ്റുവാനായിട്ടിടയാണ്. ആ ശിഷ്യന്മാരെ തന്നോട് കൂടെ ചേർത്തു നിർത്തി പല പ്രാവശ്യങ്ങളെ വേറിട്ട് കൊണ്ടുപോയി പല കാര്യങ്ങൾ അവരെ പറഞ്ഞു പഠിപ്പിച്ച് തന്റെ വലിയ ദൗത്യത്തിന്റെ പങ്കാളികളാക്കി തീർക്കുന്നത്, ഒടുവിൽ താൻ ചെയ്ത ശുശ്രൂഷയുടെ തുടർച്ചയാവണ്ണം ഈ ദൈവരാജ്യത്തിന്റെ വാഹകരായി തീരുവാനുള്ള കൽപ്പന ശിഷ്യന്മാർക്ക് കൊടുത്തിട്ടാണ് കർത്താവ് കടന്നു പോകുന്നത്. എന്നാൽ ശിഷ്യരായിരിക്കുന്നത് ആരാണ് എന്ന ഒരു വാക്യത്തില്
വളരെ ആഴമായിട്ട് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 26-ഉം 27-ഉം വാക്യങ്ങളിലാണ് അത് പറയുന്നത്. എന്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെ കൂടെ പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവൻ എന്റെ ശിഷ്യൻ ആയിരിക്കാൻ കഴിയയില്ല. തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്റെ പിന്നാലെ വരാത്തവനും എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയയില്ല എന്ന് പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പം ദ ക്വാളിഫിക്കേഷൻ ടു ബി എ ഡിസൈപ്പിൾ എന്നുള്ളത് വളരെ വ്യക്തമായി കർത്താവ് അവിടെ പറയുകയാണ്. എന്നെക്കാട്ടിൽ അധികമായി മറ്റെന്തിനേലും സ്നേഹിക്കുന്നുവെങ്കിൽ, എന്നെക്കാട്ടിൽ അധികമായി മറ്റെന്തിനെങ്കിലും ജീവിതത്തിന് സ്ഥാനമുണ്ടെങ്കിൽ അവന് എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല എന്ന് വ്യക്തമായിട്ട് പറയുക. ലൂക്കോസ് അത് ഒരു നെഗറ്റീവ് ഫോർമുല പറയുന്നേ. എന്നെക്കാട്ടിലധികമായി അപ്പനെയോ അമ്മയോ സഹോദരങ്ങളെയോ അല്ലെങ്കിൽ മറ്റെന്തിനെങ്കിലും സ്നേഹിക്കുന്നവൻ, അവരുടെ ജീവനെ പകയ്ക്കാതെ അതിനെ സ്നേഹിച്ചു പോകുന്നവൻ എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ല എന്ന് പറയും. മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്ന, ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ എന്നാ പറയുന്നത്. ഇവിടെ ലൂക്കോസ് അത് പറയുന്നത്, എന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്റെ പിന്നാലെ വരാത്തവനും എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ല. അപ്പൊ ശിഷ്യത്വത്തിന്റെ ഒരു യോഗ്യത എന്ന് പറയുന്നത് എ കമ്മിറ്റ്മെന്റ് ഫോർ സെൽഫ് ഡിനയൽ ആണ്. ഒരു സ്വയപരിത്യാഗത്തിന്റെ സമർപ്പണം ഉള്ളവൻ മാത്രമാണ് യേശു കർത്താവിന്റെ ശിഷ്യനായിരിക്കാനായിട്ട് സാധിക്കുന്നത്. ലോക ജീവിതത്തിൽ ധാരാളം കാര്യങ്ങൾ നമ്മെ ആകർഷിക്കുന്നതും ലോക ജീവിതത്തിന് ധാരാളം കാര്യങ്ങൾ നമുക്ക് വിലയേറിയതായിട്ട് നമ്മുടെ ജീവിതത്തിലുണ്ട്. വേദപുസ്തകത്തില് വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ അടുക്കല് കടന്നു വന്ന ഒരു യുവാവിനെ കുറിച്ച് വായിക്കുന്നുണ്ട്. ആ യുവാവ് ചോദിച്ചു, ഗുരു, നിത്യജീവനെ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? വാഴ്ത്തപ്പെട്ട കർത്താവ് അവനുമായിട്ടൊരു സംഭാഷണത്തിലേക്ക് ഇടപെട്ടിട്ട് പറയുന്നുണ്ട്, നീ ഒരു കാര്യം ചെയ്യ, നീ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് പിന്നെ വന്നെന്നെ അനുഗമിക്ക. അപ്പോൾ അവിടെ ആ സംഭവത്തിന്റെ അടിയിൽ എഴുതി വെച്ചിരിക്കുന്ന, അവൻ ധനികനായിരുന്നത് കൊണ്ട് കർത്താവ് പറഞ്ഞതിനെ അനുസരിക്കുവാൻ കഴിയാതെ അവൻ നിരാശയോടെ മടങ്ങിപ്പോയി എന്നാ പറയുന്നത്. അത് തന്നെയാ ആ ഒരു ആശയം തന്നെ നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ലോകത്തിന്റെ മറ്റെന്തിനെക്കാട്ടിലും ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് ദൈവത്തിന് ജീവിതത്തിൽ മുഖ്യസ്ഥാനം കൊടുത്തുകൊണ്ട് വരുന്നവന് മാത്രമേ യേശു കർത്താവിന്റെ ശിഷ്യനായിരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആദ്യ ഭാഗങ്ങളിൽ നമുക്ക് വായിക്കുവാൻ കഴിയുന്ന ഏറ്റവും വലിയ സന്ദേശം അതാണ്. 22-ാം അധ്യായത്തിൽ അബ്രാമിനോട് പറയുന്ന, അബ്രാമേ, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ പുത്രനെ എനിക്ക് വേണ്ടി നീ യാഗമർപ്പിക്കുവാൻ തയ്യാറാകണം. അബ്രാമിനോടും ചോദിക്കുന്ന ചോദ്യം അത് തന്നെയാ. മറ്റെന്തിനെക്കാട്ടിലും നീ എന്നെ സ്നേഹിക്കുന്നുവെങ്കിലോ, മറ്റിനെ പകയ്ക്കുവാൻ നീ തയ്യാറാകുന്നുവോ എന്നുള്ള വിശ്വാസത്തിന്റെ ഒരു ശോധന ദൈവത്തെ പിതാവിന് വിശ്വാസത്തിന്റെ പിതാവായിരിക്കാനുള്ള യോഗ്യത അവനിൽ കണ്ടെത്തുകയായിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അബ്രാം തയ്യാറായി മറ്റെന്തിനെക്കാട്ടിലും ദൈവത്തിന് സ്ഥാനം കൊടുക്കുവാൻ, മറ്റെന്തിനെക്കാട്ടിലും ദൈവത്തെ സ്നേഹിക്കുവാൻ അബ്രാം തയ്യാറാകുന്നതാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ശിഷ്യൻ ആരാണ് എന്ന് ചോദിച്ചാൽ, ലോകത്തിൽ മറ്റെന്തിനെക്കാട്ടിലും ഗുരുവിനെ സ്നേഹിക്കുന്നവനും ഗുരുവിന് തന്റെ ജീവിതത്തില് മുഖ്യ സ്ഥാനം കൊടുത്തുകൊണ്ട് വരുന്നവനും ആകുന്നു എന്ന് കാണാൻ സാധിക്കും. മാത്രമല്ല, he is not only ready to renounce himself,
But he is ready to carry the cross which he may have to bear in following the Lord Jesus Christ. കർത്താവിന്റെ പാത എന്ന് പറയുന്നത് സുഗമമായ ഒരു പാതയല്ല. വിശ്വാസത്തിന്റെ പാത ഒരിക്കലും സുഗമമായ ഒരു പാതയല്ല. യേശു കർത്താവിന്റെ ശിഷ്യത്വത്തിന്റെ പാത ഒരിക്കലും സുഗമമായിട്ടുള്ളതെന്നല്ല. ഇവിടെ കർത്താവിനെ പിൻപറ്റുന്നതിൽ ഒരു കുരിശു വഹിപ്പാറായിട്ട് ഉണ്ട് എന്നുള്ളത്. അത് ഈ സ്വയം പരിത്യാഗത്തിന്റെ കുരിശ. ജീവിതത്തിന്റെ അല്ലെങ്കിൽ ലോകത്തിന്റെ മറ്റു പലതും നമ്മുടെ ജീവിതത്തെ ഹഠാകർഷിക്കുമ്പോൾ അതിനോടുള്ള നമ്മുടെ ഒരു താല്പര്യം അതിന് ഒക്കെ വന്ന് നമ്മുടെ ജീവിതത്തിന്റെ വിശ്വാസ ജീവിതത്തിന്റെ ശോധനകൾ ഉണ്ടാകുമ്പോൾ അല്ല എന്ന് പറയുവാൻ, നോ എന്ന് പറയുവാൻ സാധിക്കുന്ന ആ വലിയ സന്നദ്ധത ലോകത്തിന്റെ കാലഗതികൾക്കനുസരിച്ച് നടക്കുവാനുള്ള പ്രേരണ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഇല്ല, ഐ ഹാവ് എ ഡിഫറെന്റ് വേ, ദ വേ ഓഫ് ദ ലോർഡ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ പിൻപറ്റുവാനുള്ള സന്നദ്ധത, അവിടെ നിന്ന പഴി, ദുഷി, അപരാധം, ഒരുപക്ഷെ ദാരിദ്ര്യം, പട്ടിണി, ഭോഷൻ എന്നുള്ള വിളി ഒക്കെ ഉണ്ടാവാം. അതൊക്കെ സഹിച്ചുകൊണ്ട് സുവിശേഷത്തിന് വേണ്ടി കഷ്ടമനുഭവിക്കുവാൻ കഴിയുന്ന ഒരു ജീവിത അനുഭവം ഏറ്റെടുക്കുവാൻ, സ്വയം ഏറ്റെടുക്കുവാൻ, അതിൽ നമ്മുടെ ജീവിതത്തിന്റെ സന്തോഷം കണ്ടെത്തുവാൻ കഴിയുന്നവനാണ് ശിഷ്യൻ എന്ന് വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് പറയുന്നു. എന്നാൽ നമ്മുടെ ചിന്താവിഷയം ശിഷ്യൻ ആരാണ് എന്നുള്ളതല്ല, ഞാനതൊരാമുഖമായിട്ട് പറഞ്ഞതാണ്. നമ്മുടെ ചിന്താവിഷയം ശിഷ്യത്വത്തിന്റെ സാക്ഷ്യം എന്താണ് എന്നുള്ളതാണ്. നാം ഏറ്റവും ഉത്തമമായ ഒരു ശിഷ്യനെ കാണുന്നത് 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായത്തിലാണ്. ദൈവം കൊടുത്ത ആലോചന പ്രകാരം എലീശായെ കണ്ടെത്തി തന്റെ ശിഷ്യനായിട്ട് അഭിഷേകം ചെയ്ത് തന്നോടുകൂടെ ചേർക്കുകയാണ്. ഏലിയാവ് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുവാനുള്ള സമയമായി. ദൈവം ആ ആലോചന ഏലിയാവിന്റെ മനസ്സിൽ കൊടുത്ത് ഏലിയാവും എലീശായും തമ്മിലുണ്ടാകുന്ന ഒരു വലിയ സംഭാഷണത്തിന്റെയും ഒരു വലിയ ഏറ്റുമുട്ടലിന്റെയും അഭിമുഖത്തിന്റെ ഒക്കെ കഥയാ 2 രാജാക്കന്മാർ 2-ാം അധ്യായത്തിന്റെ ആദ്യ വാക്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ഏലിയാവ് എലീശായോട് പറഞ്ഞു, അവരെ ഗിൽഗാലിൽ നിന്ന് പുറപ്പെട്ടു. എലീശായോട് പറഞ്ഞു, നീ ഇവിടെ താമസിക്കുക, യഹോവ എന്നെ ബേഥേലിലേക്ക് അയക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഏലിയാവിന് കാര്യം മനസ്സിലായി, തന്റെ ജീവിതത്തിന്റെ അവസാന സമയമാകുന്നു. ദൈവം തന്നെ ജീവിതത്തിൽ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുവാൻ. അതുകൊണ്ട് എലീശായെ, ഇറ്റ് ഈസ് ടൈം ഫോർ us to part with, അവിടെ നീ ഇവിടെ പാർക്ക് എന്ന് പറഞ്ഞപ്പോൾ എലീശ പറയുകയാണ്, നിന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറയുകയാണ്. ബേഥേലിൽ പോയി അവിടെ വെച്ച് പറയുന്നു, യഹോവ ഇന്ന് നിന്റെ യജമാനനെ, എന്നെ പ്രവാചക ശിഷ്യന്മാർ വന്ന് പറഞ്ഞു, യഹോവ ഇന്ന് നിന്റെ യജമാനെ നിന്റെ തലക്കിൽ നിന്ന് എടുത്തുകൊള്ളുമെന്ന് നീ അറിയുന്നുവോ എന്ന് ചോദിച്ചു. അതിന് ഞാൻ അറിയുന്നു, നിങ്ങൾ മിണ്ടാതിരിപ്പീൻ. എന്നിട്ട് വീണ്ടും ഏലിയാവ് സംസാരിച്ചപ്പോൾ യെരിഹോവിലേക്ക് അയച്ചിരിക്കുന്നെന്ന് പറഞ്ഞു, ഇല്ല, ഞാൻ നിന്നെ വിടത്തില്ല. നമുക്കറിയാവുന്ന സംഭവമാ. ഗിൽഗാലിൽ നിന്ന് ബേഥേലിലേക്കും, ബേഥേലിൽ നിന്ന് യെരിഹോവിലേക്കും, യെരിഹോവിൽ നിന്ന് യോർദാനിലേക്കും മാറ്റപ്പെട്ടപ്പോൾ ഓരോ സ്ഥാനത്തും ഇതേ സംഭാഷണം ആവർത്തിക്കുകയാണ്. അവൻ അറിയാം. പ്രവാചകൻ ശിഷ്യന്മാർ ചോദിച്ചപ്പോൾ എലീശ പറഞ്ഞു, എനിക്കറിയാം, എന്റെ യജമാനൻ എന്നിൽ നിന്ന് മാറ്റപ്പെടും എന്നെനിക്കറിയാം. പക്ഷേ അവന്റെ ഹൃദയത്തിൽ ആഴത്തിലൊരു വലിയ ആഗ്രഹമുണ്ട്. ഒരു ശിഷ്യത്വത്തിന്റെ ആഗ്രഹം അവന്റെ മനസ്സിൽ കിടക്കുന്നു. എന്താണെന്നറിയാമോ? തന്റെ യജമാനനെ പോലെ താനുമായിരിക്കണം. തന്റെ യജമാനൻ ചെയ്തിരുന്ന ശുശ്രൂഷ ഏറ്റെടുക്കുവാനും ആ ശുശ്രൂഷയുടെ പങ്കാളിയായി മുന്നോട്ട് പോകാനും ആഗ്രഹിച്ചു. അതുകൊണ്ട്
യജമാനനോട് ചേർന്ന് നടക്കുവാൻ അവൻ അങ്ങ് തീരുമാനിച്ചു. തന്റെ ആഗ്രഹം നിവർത്തിക്കുന്നിടം വരെയും, യജമാനന്റെ സ്ഥാനത്തോ താൻ ആ ശുശ്രൂഷ ഏറ്റെടുക്കുന്നിടം വരെയും യജമാനനെ വിട്ടുപിരിയാതെ യജമാനനോട് ചേർന്ന് നടക്കുന്നത് കാണാൻ സാധിക്കുന്നത്. ഒരു ശിക്ഷത്തിന്റെ ആ സാക്ഷ്യം അവിടെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. യജമാനനോട് ചേർന്ന് നടക്കുവാനായിട്ട് കഴിയണം. ഞാൻ ഈ വേദഭാഗം ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ഒരു പാട്ടിന്റെ ഇരടിയുണ്ട്. യേശുവെ പോലെയാകുവാൻ, യേശുവിൻ വാക്ക് കേൾക്കുവാൻ എന്ന് പറഞ്ഞ് നമ്മൾ പാടാറുണ്ട്. പക്ഷെ ഇന്ന് ആ പാട്ടിനൊക്കെ എത്രമാത്രം പ്രസക്തിയുണ്ട് എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കും. ഗുരുവിനെ പോലെയാകുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഗുരുവിനോട് ചേർന്ന് നടക്കുവാൻ തീരുമാനിക്കുന്ന ശിഷ്യനെ, പ്രിയമുള്ള ദൈവത്തിന്റെ മക്കളെ, നീ ഞാനും ക്രിസ്തുവിനെ ശിഷ്യന്മാർ എന്ന് പറയുമ്പോൾ ഈ കർത്താവിനോടുകൂടെ ചേർന്ന് നടക്കുവാൻ, അവനിലായിത്തീരുവാനായിട്ട്, അവന്റെ സ്വഭാവത്തെ നമ്മളിലേക്ക് ഉൾക്കൊള്ളുവാൻ, അവന്റെ ശക്തിയെ ഉൾക്കൊണ്ടുകൊണ്ട് അവൻ ചെയ്ത ശുശ്രൂഷകൾ ചെയ്യുവാൻ ഉള്ള വാഞ്ച ഉള്ളവരായിരിക്കാനാണ് നമ്മൾ സാധിക്കുന്നു. അപ്പോൾ ഒരു ശിഷ്യത്വത്തിന്റെ സാക്ഷ്യം ഇവിടെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. A great desire to be like a master, ഒരു യജമാനനെ പോലെ ആയിത്തീരുവാനുള്ള വലിയ ആഗ്രഹം അവനുണ്ടാകിയാണ്. അവസാനം എലീശായോട് ചോദിക്കുകയാണ്, ഞാൻ നിങ്ങളിൽ നിന്ന് എടുത്തുകൊള്ളപ്പെടും മുമ്പേ ഞാൻ നിനക്ക് എന്താണ് ചെയ്തു തരേണ്ടുന്നത്? എന്നെ മറുപടി പറഞ്ഞു, അങ്ങയുടെ ആത്മാവ്, അതിന് എലീശ, നിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് എന്റെ മേൽ വരുമാറാകട്ടെ. അവർ ഒറ്റ ആഗ്രഹമേ ഉള്ളൂ. യജമാനനെ, I've been walking close with you. I've been watching what you've been doing and I've been learning from you. അതുകൊണ്ട് ഈ ഒരു അവസരത്തിൽ എനിക്കൊരു ആഗ്രഹമുണ്ട്. I need the double portion of your spirit, the spirit that is in you. നിന്നിലുള്ള ആത്മാവിന്റെ ഇരട്ടി പങ്കോ എനിക്ക് വേണം. എന്തിനു വേണ്ടിയാ? സാധിക്കാനാണോ? എന്തിനു വേണ്ടിയാ? താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അവിടെ നമ്മൾ സൂക്ഷ്മമായിട്ട് പഠിക്കണം. എലിയാവ് പറയുന്ന മറുപടി, അയ്യോ അത് വലിയ പ്രയാസമുള്ള സംഗതിയാ. എന്നാൽ ഒരു കാര്യം, നീ ചോദിച്ചത് വളരെ പ്രയാസമുള്ളതാ. പക്ഷേ നിങ്ങൾ നിന്ന് ഞാൻ എടുത്തു കൊള്ളപ്പെടുമ്പോൾ നീ എന്നെ കാണുന്നുവെങ്കിൽ നിനക്ക് അങ്ങനെ ഉണ്ടാകും, അല്ലെങ്കിൽ ഉണ്ടാകയില്ല എന്ന് പറയുകയാണ്. വളരെ വളരെ കുഴപ്പിക്കുന്ന ഒരു സംഗതിയാണ്. ഒറ്റ കാര്യം, നിങ്ങൾ നിന്ന് ഞാൻ എടുക്കപ്പെടുന്ന ഒരു സമയം വരുന്നുണ്ട്. എപ്പോഴാ? ആർക്കറിയാം? നാളെ വൈകിട്ട് 7:30 എന്ന് പറഞ്ഞാൽ 7:28 ആകുമ്പോൾ വന്നിരുന്നാൽ മതി. പക്ഷെ ഇത് എപ്പോഴാ സംഭവിക്കുന്നത് എന്നറിയത്തില്ല. ഞാൻ നിങ്ങൾ നിന്ന് എടുക്കപ്പെടുമ്പോൾ അത് നിനക്ക് കാണുവാൻ കഴിഞ്ഞാൽ എന്നിലെ ആത്മാവിന്റെ ഇരട്ടി പങ്കോ നിനക്ക് കിട്ടും, ഇല്ലെങ്കിൽ അത് നിനക്ക് കിട്ടുകയില്ല. പ്രിയമുള്ളവരെ, ഒന്ന് ചിന്തിച്ചു നോക്കിയേ എലീശായുടെ മനോഭാവം. എലീശ വിചാരിച്ചു കാണുമോ, അയ്യോ ഇത് വലിയ പ്രയാസമുള്ള സംഗതിയാ, എപ്പോഴാ യജമാനൻ എടുക്കപ്പെടുന്നെന്ന് ആർക്കറിയാം? എന്റെ കണ്ണ് നടഞ്ഞു പോയാലോ, ഞാനത് ക്ഷീണിച്ചൊന്ന് മയങ്ങിപ്പോയാലോ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി അങ്ങോട്ടൊന്ന് മാറുന്ന സമയം ആയാലോ, അതുകൊണ്ട് ഇത് പ്രയാസമുള്ള സംഗതിയാ, നടക്കത്തില്ല എന്നല്ല, മറിച്ച് അതിനുവേണ്ടി എലീശ അധ്വാനിക്കുക, അതിനുവേണ്ടി ശ്രമിക്കുക. ഞാൻ വിചാരിക്കുന്നത് ഇമവെട്ടാതെ ഒന്ന് കണ്ണടഞ്ഞു പോയാൽ ആ സമയം കൊണ്ട് സംഭവിക്കുന്നത് മാത്രമാണ്. തനിക്ക് കാണാൻ പറ്റാതെ പോയാലോ തന്റെ ജീവിതത്തിന്റെ ആഗ്രഹം സാധിക്കില്ല. അതുകൊണ്ട് യജമാനൻ എടുക്കപ്പെടുന്നത് വളരെ സൂക്ഷ്മതയോടുകൂടെ വീക്ഷിച്ചുകൊണ്ട്, ഇമവെട്ടാതെ എന്റെ മനസ്സിൽ ഇങ്ങനെ വരികയാ, സ്വർഗസ്ഥനായ ദൈവത്തോട് അവന്റെ ഹൃദയം പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ടാവാം. യജമാനനെ, ദൈവമേ, എനിക്കതിനുള്ള ഭാഗ്യം തരണേ. ഈ എന്റെ യജമാനന്റെ ഇരട്ടി പങ്ക് ലഭിപ്പാൻ തക്കവണ്ണം എനിക്ക് ഭാഗ്യം തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കാത്തിരുന്ന് കാണും. എന്തായാലും നമ്മൾ വായിക്കുന്നത് അത് അപ്രകാരം തന്നെ സംഭവിച്ചു എന്നാണ്.
അവന്റെ മേൽ ഏലിയാവിന്റെ പുതപ്പ് അവന്റെ മേൽ വീണു. അവരങ്ങനെ സംസാരിച്ച് നടക്കുമ്പോൾ അക്ഷരങ്ങളും വന്നവരെ തമ്മിൽ വേർപിരിച്ചു. അങ്ങനെ ഏലിയാവ് ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് കയറി. എലീശ അത് കണ്ടിട്ട്, എന്റെ പിതാവേ, ഇസ്രായേലിന്റെ തേരും തേരാളികളും എന്ന് വിളിച്ചു. പിന്നെ അവനെ കണ്ടില്ല. അവൻ ഏലിയാവിൽ നിന്ന് വീണ പുതപ്പെടുത്ത് മടങ്ങിച്ചെന്ന്. ഓർക്കണമേ, ഇങ്ങോട്ട് വന്നപ്പോ തന്റെ യജമാനനായിരിക്കുന്ന ഏലിയാവ് താൻ എടുത്തിരുന്ന പുതപ്പെടുത്ത് യോർദാന്റെ വെള്ളത്തിന്മേൽ അടിച്ച് വെള്ളം രണ്ടായിട്ട് വിഭാഗിച്ചാണ് അക്കരയ്ക്ക് വന്നത്. ആ പുതപ്പ് എടുത്ത് പുതച്ചുകൊണ്ട് യജമാനന്റെ ആത്മാവിനെ പ്രാപിച്ചു എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ എലീശ യോർദാന്റെ കരയ്ക്ക് ചെന്നിട്ട് അതേ പുതപ്പെടുത്ത് വെള്ളത്തെ അടിച്ചിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം ഞാൻ ധ്യാനിച്ചപ്പോൾ എന്നെ കോരിത്തരിപ്പിച്ചു. എലിയാവിന്റെ ദൈവമായ യഹോവ എവിടെ? Where is the Lord God of Elijah? അതേ അധികാരം, ആ ശുശ്രൂഷയുടെ അധികാരം ഏറ്റെടുക്കുവാനായിട്ട് എലീശ ധൈര്യത്തോടെ നിൽക്കുകയാണ്. എലീശ പറഞ്ഞു, where is that God? I believe the Lord God is with me. And he is trying to take the same authority and the same ministry that his master had taken. പ്രിയമുള്ള ദൈവത്തിന്റെ മക്കളെ, ശിഷ്യൻ എന്ന് പറയുന്ന ശിഷ്യത്വത്തിന്റെ സാക്ഷ്യം എന്ന് പറയുന്നത് അതാ. യജമാനന്റെ ശുശ്രൂഷ ഏറ്റെടുക്കുവാൻ, യജമാനന്റെ അധികാരം ഏറ്റെടുക്കുവാൻ, യജമാനന്റെ ആത്മാവിനെ പ്രാപിച്ചുകൊണ്ട് യജമാനന്റെ പകരമായി നിൽക്കുന്നതാണ് ശിഷ്യത്വത്തിന്റെ അടയാളം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞു, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്തത് ചെയ്യും. ഞാൻ പോകുന്നത് കൊണ്ട് അവർ അതിലും അധികമായിട്ട് ചെയ്യുമെന്ന് പറയുക. മാർക്കോസിന്റെ സുവിശേഷം അവസാനം നമ്മൾ വായിക്കുന്നത്, അവനിൽ വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ ഒക്കെയും നടന്നു. ശിഷ്യന്മാർ ഏറ്റെടുത്തു. അപ്പോസ്തല പ്രവർത്തികൾ മുഴുവനും നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിനെ പ്രാപിച്ചെടുത്ത, ദൈവത്തിന്റെ ആത്മാവിന്റെ അധികാരത്തെ പ്രാപിച്ചെടുത്ത ശിഷ്യന്മാര് ഭൂമി മുഴുവനും നടന്നു. They continued the ministry of the Holy Spirit, the ministry of authority which their master has done and had in his life. അത് ഏറ്റെടുത്ത് നടത്തി. നാം ശിഷ്യന്മാര് എന്ന് പറയുന്നവരാ. നാം ശിഷ്യത്വത്തിന്റെ സാക്ഷ്യത്തെ കുറിച്ച് ചിന്തിക്കുകയാണ്. ഇന്ന് പകൽക്കാലം ഞാൻ ഓർമ്മിപ്പിക്കട്ടെ ദൈവപൈതലേ, നിന്റെയും എന്റെയും ജീവിതത്തില് ലോകത്തിന്റെ പലതും നേടുവാനുള്ള വ്യഗ്രതയില് നാം ദൈവത്തെ മറന്നു, ദൈവത്തിൽ നിന്ന് അകന്നു കളയുമ്പോൾ ഒരു ശിഷ്യനായിരിക്കാൻ നമുക്ക് എങ്ങനെയാണ് സാധിക്കുന്നത് എന്നൊന്ന് ചിന്തിപ്പാൻ. കാരണം അതിനെ പകയ്ക്കാതെ, ലോകത്തെ പകയ്ക്കാതെ, ലോകത്തിലുള്ള യാതൊന്നിനെ പകയ്ക്കാതെ യേശുക്രിസ്തുവിന്റെ ശിഷ്യനായിരിക്കാനായിട്ട് കഴിയില്ല. ശിഷ്യത്വം അധികാരത്തിന്റെ അവസ്ഥയാണ്. അത് ദൈവസന്നിധിയിൽ കാത്തിരുന്ന് പ്രാപിച്ചുകൊണ്ട് ദൈവസന്നിധി നിലനിൽക്കുവാനായിട്ട് സാധിക്കുന്നവനാണ് യഥാർത്ഥമായിട്ടുള്ള ശിഷ്യത്വം പ്രാപിപ്പാൻ കഴിയുന്നത്. ഇന്ന് നമ്മൾ വായിച്ച സങ്കീർത്തനം 119 സങ്കീർത്തനമാണ്. 119 സങ്കീർത്തനത്തിന്റെ 33 മുതലുള്ള വാക്യങ്ങൾ 40 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്. അവിടെ ദാവീദ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്നെ വളരെ സ്പർശിക്കുകയുണ്ടായി. ആ ശിഷ്യത്വത്തിന്റെ സാക്ഷ്യം എന്താണെന്ന് നമ്മൾ അത് വായിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. ഞാൻ മൊത്തം വായിക്കുന്നില്ല, പക്ഷെ ദാവീദ് ഇങ്ങനെയാ പറയുന്നത്, യഹോവേ നിന്റെ ചട്ടങ്ങളുടെ വഴി എന്നെ ഉപദേശിക്കണം, ഞാൻ അവസാനത്തോളം അത് പ്രമാണിക്കും. കർത്താവേ, പൂർണ്ണ ഹൃദയത്തോടെ പ്രമാണിക്കേണ്ടതിന് എനിക്ക് ബുദ്ധി നൽകണം. നിന്റെ കൽപ്പനകളുടെ പാതയിൽ എന്നെ നടത്തണമേ, ഞാനത് ഇഷ്ടപ്പെടുന്നു. നിന്റെ വഴിയിൽ എന്നെ ജീവിപ്പിക്കണമേ. നിന്നോടുള്ള ഭക്തിയെ വർദ്ധിപ്പിക്കുന്നതായി നിന്റെ വചനത്തെ അടിയന് നിവർത്തിക്കണമേ. ഞാൻ പേടിക്കുന്ന നിന്നെ അകറ്റണമേ. ഇതാ ഞാൻ നിന്റെ പ്രമാണങ്ങളെ വാഞ്ചിക്കുന്നു.
നിന്റെ നീതിയാൽ എന്നെ ജീവിപ്പിക്കണമേ. ആരാ ഡിസൈപ്പിൾ? അവന്റെ സാക്ഷ്യം എന്താ? ഒരു ശിക്ഷത്തിന്റെ സാക്ഷ്യം എന്താ? ദൈവത്തിന്റെ പാതയിൽ he walks in a different way. നമുക്ക് 1-ാം സങ്കീർത്തനത്തിന്റെ ആദ്യം പോലുള്ള വാക്യം അറിയാമല്ലോ. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ, പാപിയുടെ വഴി നിൽക്കാതെ, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ ദൈവത്തിന്റെ പാതയിൽ നടക്കുന്നവനാ. സങ്കീർത്തനം വായിക്കുമ്പോ, പ്രത്യേകിച്ച് 119-ാം സങ്കീർത്തനം വായിക്കുമ്പോ ധാരാളം വാക്യങ്ങൾ നമുക്കതിന് ഇവിടെ പറയുന്ന ഒരു സംഗതി, നിന്റെ കൽപ്പനകളുടെ പാതയിൽ എന്നെ നടത്തണം. എനിക്കത് ഇഷ്ടമാണ്. I would like to walk in the way of your commandments. നിന്റെ വഴിയിൽ എന്നെ ജീവിപ്പിക്കണം. എന്നോടുള്ള ഭക്തിയെ വർദ്ധിപ്പിക്കുന്ന നിന്റെ വചനമണി എന്നെ നിവർത്തിച്ചു തരണം. എന്തോ ഒരു മനോഹരമായൊരു പ്രാർത്ഥനയാണ്. ശിഷ്യൻ യജമാനന്റെ പാതയിൽ നടക്കുന്നവനാണ്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും എന്ന് പറഞ്ഞ യേശു കർത്താവിന്റെ പാതയിൽ ദൈവത്തിന്റെ തിരുഹിതം ഇന്നെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവവചനത്തിന്റെ പ്രമാണങ്ങളിൽ, ദൈവവചനത്തിന്റെ വഴികളിൽ, ദൈവിക പ്രമാണത്തിന്റെ വഴികളിൽ നടക്കുന്നവനാണ് ശിഷ്യൻ. അവന്റെ നീതിയിൽ ജീവിക്കുന്ന ഒരുവന്. അതുകൊണ്ടാണ് തീത്തോസിനോട് വാഴ്ത്തപ്പെട്ട കർത്താവ് ഇപ്രകാരം പറഞ്ഞത്, തീത്തോസേ, പഥ്യോപദേശത്തിന് ചേരുന്നത് പ്രസ്താവിക്കുക. പഥ്യോപദേശത്തിന് ചേരുന്നത് പ്രസ്താവിക്കുക. ദൈവവചനത്തിന് അനുസരണമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയെ കുറിച്ചാണ് വായിക്കുന്നത്. ഞാൻ 2-3 വാക്യങ്ങൾ മാത്രം, ബാക്കിയുള്ള സംഗതികൾ മറ്റുള്ളവരെ പ്രബോധിപ്പിക്കാനൊക്കെ പറയുക. എന്നിട്ട് പറയുന്നു, സകലത്തിൽ 7-ാമത്തെ വാക്യം, വിരോധി നമ്മെ കൊണ്ട് ഒരു തിന്മയും പറയാൻ വകയില്ലാതെ ലക്ഷിക്കേണ്ടത്, സകലത്തിലും നിന്നെ തന്നെ സൽപ്രവർത്തികൾക്ക് മാതൃകയാക്കി കാണിക്കുക. ഉപദേശത്തിൽ നിർമ്മലതയും ഗൗരവവും ആക്ഷേപിച്ചുകൂടാത്ത പഥ്യവചനമുള്ളവൻ ആയിരിക്കുക. ദാസന്മാർ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ ഉപദേശത്തെ സകലത്തിലും അലങ്കരിക്കേണ്ടതിന് യജമാനർക്ക് കീഴടങ്ങി സകല വിധത്തിലും പ്രസാദം വരുത്തുന്നവരും എതിർ പറയുകയോ വഞ്ചിക്കുകയോ ചെയ്യാതെ സകലത്തിലും നല്ല വിശ്വസ്തത കാണിക്കുന്നവരുമായി ഇരുപ്പാൻ കൽപ്പിക്കുക. അവസാനത്തെ ഒരു വാക്യം കൂടെ ഞാൻ വായിക്കട്ടെ. ഇത് പൂർണ്ണ ഗൗരവത്തോടെ പ്രസംഗിക്കുകയും പ്രബോധിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യുക. ആരും നിന്നെ തുച്ഛീകരിക്കണം. തീത്തോസിനോട് പറഞ്ഞു കൊടുക്കുന്ന ഉപദേശങ്ങളാണ്. How to be a disciple and what is the witness of the discipleship. തീത്തോസിനോട് പറയുന്ന ഒറ്റ വാക്കിൽ തീത്തോസിന് കൊടുക്കുന്ന ഉപദേശം എന്താണെന്ന് ചോദിച്ചാൽ, മാതൃകയുള്ളവനായി നിന്നെ തന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ പഥ്യോപദേശത്തിന്റെ മാതൃകയുള്ളവരായി ജീവിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് കാണാനായിട്ട് സാധിക്കുക. അതാണ് മറ്റൊരു വലിയ ലക്ഷണമായിട്ട് കാണാൻ സാധിക്കും. തീത്തോസേ, നീ പഥ്യോപദേശത്തിന് ചേരുമ്പോൾ പ്രസ്താവിക്കണം. അവരവർക്ക് തോന്നുന്നത് പോലെ ആകരുത്. അവരവരുടെ സൗകര്യമനുസരിച്ച് കോട്ടി വായിക്കുന്ന ദൈവവചനത്തിലായിരിക്കരുത് നിന്റെ ജീവിതം. നമ്മൾ പലപ്പോഴും അങ്ങനെ ചെയ്യുന്നവരാ. ചിലതൊക്കെ നമുക്ക് ഇഷ്ടമാണ് ക്രിസ്ത്യാനിറ്റി, ചിലതൊക്കെ ഉപദേശങ്ങളൊക്കെ ഇഷ്ടമാ. എന്നാൽ മറ്റു ചില കാര്യങ്ങൾ വരുമ്പോൾ, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ, ചിലതിനെ പകയ്ക്കേണ്ടുന്ന സാഹചര്യങ്ങൾ വരുമ്പോ വിശ്വാസത്തിന്റെ ക്രൂശെടുത്തുകൊണ്ട്, അല്ലെ ശിഷ്യത്തിന്റെ ക്രൂശെടുത്തുകൊണ്ട് എന്റെ കർത്താവിനെ അനുഗമിക്കേണ്ടുന്ന സാഹചര്യങ്ങൾ വരുമ്പോൾ സൗകര്യപൂർവ്വം അതിനെ മറക്കുകയും ഒഴിവാക്കുകയും ചെയ്യുവാൻ നമുക്കൊരു മടിയില്ല. നമ്മുടെ സ്വാർത്ഥ നേട്ടങ്ങൾക്കും നമ്മുടെ സ്വാർത്ഥ ലാഭങ്ങൾക്കും നമ്മുടെ സ്വാർത്ഥ മോഹങ്ങൾക്കും വേണ്ടി നമ്മുടെ ജീവിതത്തെ എങ്ങനെ കൂട്ടി വായിക്കുവാനും നമുക്കൊരു പ്രയാസവുമില്ല. എന്നിട്ട് നമ്മളും പറയും നമ്മൾ ക്രിസ്ത്യാനികളാന്ന് പറയും. അയ്യോ, ഞാനും ക്രിസ്ത്യാനിയാ, ഞാനും വലിയ ദൈവത്തിലെ കുളിച്ച മാപ്പിളയാ, അല്ലെ ഞാൻ വലിയ ആത്മാവിൽ ആരാധിക്കുന്നവരാന്നൊക്കെ പറയും. ചുമ്മാതാ. തിമോത്തിയോസിനോട് പറയുന്നത് ഇങ്ങനെയാ, തിമോത്തിയോസേ, നിന്നെ തന്നെ നീ മാതൃകയാക്കണം. എന്തിലൊക്കെയാ? ഉപദേശത്തിന്റെ നിർമ്മലതയില്,
ആക്ഷേപിച്ചുകൂടാത്ത പഥ്യവചനമുള്ളവരായിരിക്കണം. സകല സൽപ്രവൃത്തിയിലും നിന്നെ തന്നെ മാതൃകയുള്ളവരായി തീർന്നു. The foundation of a Christian discipleship is the word of God, the doctrines of God, the teachings of the Lord Jesus Christ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പഠിപ്പിക്കൽ ആണ് നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനം, ശിക്ഷണത്തിന്റെ അടിസ്ഥാനം. ആ അടിസ്ഥാനത്തില് ആക്ഷേപിച്ചുകൂടാത്ത ഗൗരവത്തോടുകൂടെ പഥ്യവചനം അനുസരിച്ച് ജീവിപ്പാനായിട്ട് നമുക്ക് സാധിക്കും. മെനി ടൈംസ് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, നമ്മൾ എത്രമാത്രം ദൈവവചനത്തോട് കോംപ്രമൈസ് ചെയ്യുന്നവരാ. നമ്മുടെ സൗകര്യമൊക്കെ വരും, ഓ അത് സാരമില്ലെന്ന്, അത് കുഴപ്പമില്ലെന്ന്, അത് അങ്ങനെ ആയാലും കുഴപ്പമില്ല, ഇങ്ങനെ ആയാലും കുഴപ്പമില്ല. ക്രിസ്തീയ ജീവിതത്തിന്റെ വചനപ്രകാരം എന്തെങ്കിലും തെറ്റാണെന്ന് പട്ടക്കാരോ ശുശ്രൂഷകരോ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരോട് ദേഷ്യമാണ്. അത് അങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്യുന്നത് ശിക്ഷത്വത്തിന്റെ അടയാളമല്ല, അല്ലെ ദൈവവചന പ്രകാരമല്ല എന്ന് പറഞ്ഞാൽ പലപ്പോഴും നിലനിൽപ്പിന്റെ പ്രശ്നം. അതുകൊണ്ട് അച്ഛന്മാരും മിണ്ടാതെ ഇരിക്കും. ഇടയിൽ 3 വർഷം ഇരുന്നിച്ച് പോകണമല്ലോ. അല്ല പ്രിയമുള്ളവരെ, അല്ല. പൗലോസ് അപ്പോസ്തലൻ തീത്തോസിനോട് വളരെ വ്യക്തമായിട്ട് പറയുന്നു, നിന്റെ ജീവിതത്തിന്റെ നിന്റെ അടിസ്ഥാനം ദൈവത്തിന്റെ പഥ്യവചനമായിരിക്കണം. വചനം എന്തു പറയുന്നുവോ അതനുസരിച്ചുകൊണ്ട് മുന്നേറുവാൻ നമുക്ക് സാധിക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, ശനിയാഴ്ചത്തെ പ്രാർത്ഥനയിൽ പറഞ്ഞല്ലോ, ലോകത്തിന്റെ ആകുലതകളിൽ ജീവിക്കുന്നവനല്ല ദൈവ പൈതല്. ഈ ലോകത്തിന്റെ ശേഖരങ്ങളിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്നവനല്ല ദൈവ പൈതൽ. പിന്നെയോ ദൈവത്തിന്റെ കരുതലിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്നവനാണ്. കൊള്ളാം ഇല്ലേച്ച, നല്ല പ്രസ്താവനയാ, കേൾക്കാൻ നല്ല രസമുണ്ട്. പക്ഷെ അങ്ങോട്ട് ഇറങ്ങിയേച്ച് നമ്മുടെ ചിന്ത ഷെയർ മാർക്കറ്റിന്റെ ഇടിവും ഉയർച്ചയൊക്കെയാണ്. എങ്ങനെ പണമാർജിക്കാം, എങ്ങനെ കൂട്ടിവെക്കാം, ചെയ്യേണ്ടുന്നത് പോലെ ചെയ്യുവാൻ പോലും പണത്തോടുള്ള നമ്മുടെ ദ്രവ്യാഗ്രഹവും ആർത്തിയും നമ്മളെ ഇടയാക്കുന്നില്ല. ശിക്ഷത്വത്തിന്റെ സാക്ഷ്യം അവിടെ നമുക്ക് നഷ്ടപ്പെടുകയാണ്. ഇവിടെയാണ് ഈ തീത്തോസിനോട് പറയുന്ന വാക്കുകൾ അർത്ഥമുള്ളതായി തീരുന്നത്. പറയുന്നു, സകല സൽപ്രവൃത്തിയിലും മാതൃകയുള്ളവനായി, ഉപദേശത്തിൽ നിന്നുകൊണ്ട് നന്മയുടെ പ്രതീകമായിട്ട് നിൽക്കുവാനായിട്ട് സാധിക്കണം. അതാ സൽപ്രവൃത്തി. ഫിലിപ്പി ലേഖനത്തിൽ പൗലോസിന്റെ വാക്കുകളോ നമ്മളത് പല പ്രാവശ്യം പല ദൂതുകളിൽ ആവർത്തിച്ച് പറയുന്നതാണ്. Let the mind of Jesus be in you. Let the same attitude that Jesus had be with you. കർത്താവിനുണ്ടായിരുന്ന അതേ മനോഭാവം നമ്മളിൽ ഉണ്ടാകണം എന്നുള്ളത് നമ്മൾ എത്രയോ പ്രാവശ്യങ്ങൾ ആവർത്തിച്ച് ചിന്തിച്ചിട്ടുള്ള ഒരു സംഗതിയാണ്. എന്താ യേശുക്രിസ്തുവിന്റെ മനോഭാവം? അവൻ പോകുന്ന വഴിയില് ഒരു ഏക മകൻ മരിച്ചു. ആ ശവമഞ്ചലിന്റെ പുറകിൽ 100 കണക്കിന് ആൾക്കാർ വിലപിച്ചു നെഞ്ചത്തൊടിച്ച് കരഞ്ഞുകൊണ്ട്. യഹൂദന്മാരുടെ പാരമ്പര്യം അല്ലെ സമ്പ്രദായം അങ്ങനെയായിരുന്നല്ലോ. അതിൻ്റെ ഇടയിൽ ഒരു സ്ത്രീ വിലപിക്കുന്നുണ്ട്. അത് ഈ നഷ്ടപ്പെട്ടു പോയ മകനെ ഓർത്ത് വേദനപ്പെടുന്ന അമ്മയാണ്. നമ്മൾ വായിക്കുന്നത്, യേശു അവളുടെ അടുക്കൽ ചെന്ന് അവളോട് മനസ്സലിഞ്ഞു എന്ന്. മനസ്സലിഞ്ഞു അവന്റെ വേദനകൾ മാറ്റുവാനായിട്ട് തയ്യാറാകുന്നതാ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, ക്രിസ്തുവിന്റെ മനോഭാവം അതാ. ക്രിസ്തുവിന്റെ മനോഭാവം മനസ്സലിവിന്റെ മനോഭാവമാ. ക്രിസ്തുവിന്റെ പഠിപ്പിക്കലും മനസ്സലിവിന്റെ പഠിപ്പിക്കല. ആർദ്രതയുടെ ഉള്ളതിനെ മറ്റുള്ളവരുമായി പങ്കിടുന്നതിനെ, ഈ ചെറിയവരിൽ ഒരുവന് ചെയ്തത് നിങ്ങൾ എനിക്കാണ് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചെറിയവരിലേക്ക് ശിക്ഷത്വത്തെ ചൂണ്ടിക്കാണിച്ച, ശിക്ഷത്വത്തിന്റെ സാക്ഷ്യം ചൂണ്ടിക്കാണിച്ച വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ മക്കളാണ് നമ്മൾ. പലപ്പോഴും അവരെയൊക്കെ അവഗണിച്ചുകൊണ്ട് നമ്മുടെ സ്വാർത്ഥ നേട്ടങ്ങളെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ശിക്ഷത്വത്തിന്റെ സാക്ഷ്യം എന്ന് പറയുന്നത് കർത്താവിനെ ലോകത്തിന് കാണിച്ചു കൊടുക്കാനായിട്ട്,
ക്രിസ്തുവിന്റെ മനോഭാവം ഉൾക്കൊണ്ടവരായിട്ട് മുന്നോട്ട് പോകുവാൻ ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ. അപ്പൊ ആ വചനം പ്രസംഗിക്കുന്നവൻ ധൈര്യത്തോടെ പ്രസംഗിച്ചുകൊണ്ട് ആരും നിന്നെ തുച്ഛീകരിക്കാതിരിപ്പാൻ മാതൃകയുടെ ജീവിതം നയിക്കുന്ന സാക്ഷ്യത്തെ, അതാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. സുവിശേഷയുടെ എന്ന ഭാഗത്ത് ഞാൻ ഒരൊറ്റ വാക്യമേ ചൂണ്ടിക്കാണിച്ചു തരുന്നുള്ളൂ. യോഹന്നാന്റെ അടുക്കല് ശിഷ്യന്മാര് വന്നിട്ട് സംസാരിക്കുന്ന സംഭാഷണം ആ സുവിശേഷ ഭാഗമായിട്ട് നമ്മൾ വായിച്ചത്. യോഹന്നാൻ പറഞ്ഞു, ഞാൻ ക്രിസ്തുവല്ല, ഞാൻ അവന് മുമ്പായിട്ട് അയക്കപ്പെട്ടവനാണെന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. കർത്താവിനെ കണ്ടപ്പോൾ ക്രിസ്തുവിനെ മനസ്സിലാക്കിയപ്പോൾ. എന്നിട്ട് ഒരു ഉദാഹരണം പറയുകയാണ്. ആ ഉദാഹരണത്തിന്റെ അർത്ഥം തന്നെ വ്യാഖ്യാനിക്കുവാൻ സമയങ്ങൾ ഒത്തിരി വേണം. ഞാനൊന്ന് പരാമർശിച്ചങ്ങ് പോകട്ടെ. ഇപ്പറയാ പറയുന്നേ, മണവാട്ടി ഉള്ളവൻ മണവാളനാകുന്നു. മണവാളന്റെ സ്നേഹിതനോ നിന്ന് മണവാളന്റെ സ്വരം കേട്ടിട്ട് അത്യന്തം സന്തോഷിക്കുന്നു. ഈ എൻ്റെ സന്തോഷം പൂർത്തീകരിച്ചിരിക്കുന്നു. എന്നിട്ട് പറയുകയാ, അവനോ വളരണം, ഞാനോ കുറയണം. മണവാളന്റെ സ്വരത്തിൽ സന്തോഷിക്കുന്ന യോഹന്നാന്റെ പുസ്തകം. മണവാട്ടിയെ ആയിട്ടല്ല പറയുന്നത്, പിന്നെയോ മണവാളന്റെ സ്നേഹിതനായി മണവാളന്റെ സ്വരം കേട്ട് ആ സ്വരത്തിൽ സന്തോഷിക്കുന്നവൻ പറയുകയാ, അവൻ വളരണം, ഞാനോ കുറയണം. ശിക്ഷത്വത്തിന്റെ അടയാളം അവിടെ നമുക്ക് കണ്ടെത്തുവാൻ നാം ഇല്ലാതായി ജാതികളിൽ സുന്ദരനായ യേശു ക്രിസ്തുവിനെ ലോകത്തിന് ഉയർത്തി കാണിച്ചു കൊടുക്കുവാൻ, നമ്മെ കാണുന്നവർ ക്രിസ്തുവിനെ കാണുവാൻ നമ്മളിൽ ജ്വലിച്ചു നിൽക്കുന്ന പൗലോസ് അപ്പോസ്തലൻ 2 കൊരിന്ത്യരിൽ പറയുന്ന വാക്യം എൻ്റെ മനസ്സിലേക്ക് വരികയാണ്. അവന്റെ ജീവൻ ഞങ്ങളിൽ വെളിപ്പെടേണ്ടതിന് ഞങ്ങള് മരണത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അവന്റെ മരണം ഞങ്ങളിൽ വഹിക്കുകയാണ്. We bear the death of Christ so that the life of the Lord Jesus Christ may be manifested in us. എന്നിട്ട് പറയുന്നു 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിലെ 19 വാക്യം ഞാൻ പറയുന്നേ, and we give ourselves to the death of Christ. ഞങ്ങളെ തന്നെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുക. ഞങ്ങളില്ലാതാകണം. പിന്നെ ആരാ ഉണ്ടാകേണ്ടത്? He should live. His life should be manifested in us. അതാ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിലാണ് ഞാൻ വായിച്ച വാക്യം. അതില് ഇപ്രകാരം വായിക്കുന്നത് കാണാൻ സാധിക്കുന്നു. യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിന്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. ഞങ്ങളുടെ മർത്യ ശരീരത്തിൽ യേശുവിന്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ എല്ലായ്പ്പോഴും യേശു നിമിത്തം മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയാ. ഇവിടെ യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്ന വാക്കുകൾ മറ്റൊരു തലത്തിൽ, മറ്റൊരു ആശയത്തിൽ പൗലോസ് പറയുക, ഞാൻ കുറയണം, ഞാൻ ഇല്ലാതാകണം, ഞാൻ മരിക്കണം. ഞാൻ മരിച്ചുകൊണ്ട് എന്തുണ്ടാകണം? അവൻ വളരണം, അവന്റെ ജീവൻ ഞങ്ങളിൽ വെളിപ്പെടണം. എന്നെ കേൾക്കുന്ന ആ ദൈവത്തിന്റെ പൈതലേ, ഇന്ന് പകൽക്കാലം ക്രിസ്തുവിന്റെ ശിഷ്യനായിരിക്കുന്നവൻ നിന്നെ ഉയർത്തി കാണിക്കുന്നവനല്ല, മറിച്ച് യേശുവിനെ ഉയർത്തി കാണിക്കുന്നവനാണ്. നമ്മുടെ പല ക്രിസ്തുവിന്റെ ശിഷ്യന്മാരുടെ ജീവിതമെന്ന് പരിശോധിച്ച് നോക്കിയാൽ നമുക്കറിയാം ആരെയാ ഉയർത്തുന്നില്ലേ. വലിയ കട്ടൗട്ടറും വലിയ പോസ്റ്ററും വലിയ ഫോട്ടോയും വലിയ ജീവിത സാഹചര്യങ്ങളും വലിയ പബ്ലിസിറ്റിയും വലിയ സംഘാടക കഴിവും എന്ന് വേണ്ട, ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ ഒന്ന് പ്രസംഗിക്കാൻ എത്രമാത്രം തന്നെ ഉയർത്തുന്ന, ഞാനതിനൊന്നും എതിരല്ല, ചെയ്യുന്നവർ ചെയ്തോട്ടെ, പക്ഷേ ദൈവവചനത്തിന് അടിസ്ഥാനമല്ല എന്ന് മാത്രം പറയാനേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അവരവർക്ക് ലഭിച്ച ദർശനത്തിനനുസരിച്ച് അവരവരെ ശുശ്രൂഷ ചെയ്യട്ടെ, കർത്താവ് വിധിക്കട്ടെ. പക്ഷേ എനിക്ക് ലഭിച്ച ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ പറയട്ടെ,
അവനെ ഉയർത്തി കാണിക്കുന്നതാ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. നാം ഇല്ലാതാകണം, നാം മരിക്കണം. നാം മരിച്ചാൽ മാത്രമേ അവനെ ഉയർത്തി കാണിക്കുവാൻ, അവന്റെ ജീവൻ നമ്മളിൽ വെളിപ്പെടണമെങ്കിൽ നാം ഇല്ലാതായി തീരണം. ആർ വി റെഡി ഫോർ ദാറ്റ്? അതിന് നാം തയ്യാറാണോ? അതിന് നാം ഒരുക്കമുള്ളവരാണോ? സ്വയം ഇല്ലാതായിക്കൊണ്ട് ഈ ജീവിതം ഒരു മെഴുകുതിരി കത്തി എരിഞ്ഞില്ലാതായി പ്രകാശം വരുത്തുന്നത് പോലെ ക്രിസ്തുവിന്റെ പ്രകാശം വരുത്തുന്നവരായി ജീവിപ്പാൻ സഹായിക്കും. ശിഷ്യൻ അവൻ സ്വയം പരിത്യജിക്കുന്നവനാ. ശിഷ്യൻ അവൻ ക്രൂശെടുക്കുന്നവനാ. ശിഷ്യത്വത്തിന്റെ അടയാളം യജമാന്റെ അധികാരത്തിന്റെ ശുശ്രൂഷ ഏറ്റെടുക്കുവാൻ വാഞ്ചയുള്ളവനാ. ശുശ്രൂഷത്തിന്റെ അടയാളം ജീവിതം കൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നവനാ. സകല സൽപ്രവൃത്തിയിലും മാതൃകയുള്ളവനായി പഥ്യോപദേശത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് സുവിശേഷം പ്രസംഗിക്കുന്നവൻ. ശിഷ്യത്വത്തിന്റെ അടയാളം സ്വയം ഇല്ലാതായിക്കൊണ്ട് ക്രിസ്തുവിനെ ഉയർത്തുന്നതാ. കർത്താവേ, സ്വർഗീയ പിതാവേ, ഞങ്ങളോട് സംസാരിച്ച ദൈവവചനത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ജീവിതങ്ങളെ ഒന്ന് ശോധന ചെയ്യുവാൻ, ദൈവസന്നിധി ഞങ്ങളെ പ്രകാരമായിരിക്കുന്നെന്ന് ചിന്തിപ്പാൻ ഞങ്ങൾ ഇടയാക്കണമേ. അവിടുത്തെ വചനത്തിൻ്റെ മുമ്പിൽ ഞങ്ങളെ തന്നെ കാണുവാൻ ഞങ്ങളെ സഹായിക്കണം. അവിടുത്തെ ആത്മാവ് തുറന്ന് ഞങ്ങളോട് ഇടപെടണമേ, മഹത്വം എടുക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. നമ്മുടെ വിശ്വാസത്തിന്റെ സംഗതികൾ നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് ചൊല്ലാം. സർവശക്തിയുടെ പിതാവായി ആകാശഭൂമിയും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തെയും സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകജാതനായി ഏകത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു. അവൻ സർവ്വലോകത്തിന്റെ പിതാവ് ദൈവത്തിന്റെ ദൈവവും പ്രകാശത്തിന്റെ പ്രകാശം സത്യദൈവത്തിന്റെ സത്യവും ജനിക്കപ്പെട്ടവൻ ഉണ്ടാക്കപ്പെട്ടവൻ പിതാവിനോട് അവനാൽ സകലവും ഉണ്ടായി. അവൻ മനുഷ്യനായ രക്ഷപ്പെട്ട് സ്വന്തത്തിൽ പരിശുദ്ധാത്മാവിനാൽ കന്യമറിയാവുന്ന തിരിച്ച മനുഷ്യനായി തിരുവഴുത്ത് പ്രകാരം സ്വർഗത്തിലേക്ക് പിതാവിനെ മനുഷ്യരെ ഒരു രാജ്യത്തിന് അവസാനം ഉണ്ടാകില്ല. കർത്താവ് ജീവിക്കുന്നവനും പിതാവിൽ നിന്ന് പുത്രനിൽ പുറപ്പെടുന്നവനും പിതാവിനോട് പുത്രനോട് കൂടെ വന്ദിക്കപ്പെട്ട മഹത്വവനും പ്രവാചകരെ കൊണ്ട് പറയിച്ചതുമായ പരിശുദ്ധാത്മാവിനെ വിശ്വസിക്കുന്നു. കാതലിക അപ്പോസ്തലികമായ വിശ്വസിക്കുന്നു. പാപബോധത്തിലേക്ക് ബന്ധിച്ചവൻ ഞാൻ അനുസരിക്കുന്നു. മരിച്ചവരുടെ പുനരുത്ഥാനത്തിനും വരുവാൻ ലോകത്തിൽ ജീവനും ഞാൻ കാത്തിരിക്കുന്നു. അല്പസമയം നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് തലയില വണക്കാം. ദൈവം നമ്മളോട് സംസാരിച്ച ദൈവവചനത്തിനായിട്ട് സ്തോത്രം ചെയ്യാം. യേശു ക്രിസ്തുവിന്റെ ശിഷ്യനായിരിക്കാൻ വിളിക്കപ്പെട്ട നാം എപ്രകാരം നമ്മുടെ ശിഷ്യത്വത്തിലെ സാക്ഷ്യം വഹിക്കുന്നുവെന്ന് ചിന്തിപ്പാൻ യജമാൻ ഗുരുവിനോട് ചേർന്ന് നിന്നുകൊണ്ട് ഗുരുവിൽ നിന്ന് പ്രാപിച്ച് ഗുരുവിനെ അനുകരിക്കുന്ന ശിഷ്യന്മാരാകുവാൻ വിളിക്കപ്പെട്ടവരായ നാം ക്രിസ്തുവിനോടുകൂടെ ചേർന്ന് നിൽപ്പാൻ, അവന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് പ്രാപിച്ചുകൊണ്ട് അവന്റെ ശുശ്രൂഷകൾ ഏറ്റെടുത്ത് നിൽപ്പാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ വചനത്തിൽ നിലനിൽപ്പാൻ, ആ പഥ്യോപദേശത്തിനനുസരിച്ച് ശുശ്രൂഷ ചെയ്യുവാൻ, ദൈവവചനം പ്രസംഗിക്കുവാൻ, അനേകരെ ബോധ്യപ്പെടുത്തുവാൻ വചനത്തിന്റെ ശുശ്രൂഷയുടെ അധികാരം പ്രാപിച്ചവരായി നിൽപ്പാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കാം. നമ്മളെ ഉയർത്തുവാനല്ല, യോഹന്നാൻ സ്നാപകൻ പറഞ്ഞതുപോലെ അവനോ വളരണം ഞാനോ കുറയണം എന്നുള്ള ഭാവത്തോടുകൂടെ കർത്താവിന്റെ സന്നിധിയിലായിരിക്കാൻ, പതിനായിരങ്ങളിൽ സുന്ദരനായിരിക്കുന്ന ക്രിസ്തുവിനെ ഉയർത്തി കാണിപ്പാൻ ദൈവം നമ്മളെ ഇടയാക്കേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.
ദൈവത്തിന്റെ വചനം തുടർന്ന് നമ്മളോട് ഇടപെട്ടുകൊണ്ടിരിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സഭയായി ദൈവകരങ്ങളിലേക്ക് നമ്മളെ ഏൽപ്പിക്കാം. എല്ലാ കുടുംബങ്ങളെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഓരോ കുടുംബങ്ങളുടെയും ആവശ്യങ്ങളെ ദൈവകരങ്ങളിലേക്ക് നമുക്ക് കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. സകലത്തിനും മതിയായവനായിരിക്കുന്ന കർത്താവ് നമ്മളോട് കൂടെ ഉണ്ടാവും. നമ്മുടെ ആവശ്യങ്ങളിൽ, നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ നമ്മളോട് കൂടെയും നമ്മളെ സഹായിക്കുന്ന കർത്താവിന്റെ കരങ്ങളിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയുടെ ആവശ്യങ്ങളെ, മുന്നോട്ടുള്ള നമ്മുടെ എല്ലാ കാര്യാദികളെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. കർത്താവിന്റെ സമയത്ത് നമുക്ക് വീണ്ടും ദൈവാലയത്തിൽ ഒന്നിച്ചുകൂടി വന്ന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിപ്പാൻ അനുകൂലമായ സാഹചര്യങ്ങൾ കർത്താവ് ഒരുക്കി തരുമാറാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദക്ഷിണേന്ത്യാ സഭയെയും ഉത്തരേന്ത്യാ സഭയെയും മാർത്തോമാ സഭയെ നമുക്ക് ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. മോഡറേറ്റർമാരെയും മെത്രാപ്പൊലിത്തന്മാരെയും എല്ലാ ബിഷപ്പുമാരെയും എല്ലാ പട്ടക്കാരെയും എല്ലാ മിഷണറിമാരെയും എല്ലാ ശുശ്രൂഷകരെയും ദൈവവേലയിലായിരിക്കുന്ന എല്ലാവരെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. അവർ ഹൃദയത്തോടും നല്ല മനസ്സാക്ഷിയോടും കൂടെ തങ്ങളുടെ ശുശ്രൂഷയെ നിവർത്തിക്കേണ്ടതിന് അവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് മധ്യകേരള മഹാടവയില് ഒരു പുതിയ ബിഷപ്പിനെ തെരഞ്ഞെടുക്കുവാനുള്ള പ്രാരംഭ നടപടികളൊക്കെ ആരംഭിച്ചല്ലോ. അതിനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. കർത്താവ് നിയോഗിക്കുന്ന പട്ടക്കാരൻ സഭയുടെ മേൽപ്പട്ടക്കാരനായിട്ട് നിയോഗിക്കപ്പെടുവാൻ കർത്താവിനെ ആക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കാം. നാം പ്രാർത്ഥിപ്പാൻ കടപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും ഓർക്കാം. നമ്മളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടവരുണ്ട്, രോഗികളായിട്ടുള്ളവരുണ്ട്, കിടക്കയിലായിരിക്കുന്നവരുണ്ട്, മറ്റു വിവിധ ആവശ്യങ്ങളിലായിരിക്കുന്നവര്, ക്ഷീണതയിലായിരിക്കുന്നവര്, അവരെല്ലാവരെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവമേ, അവിടുന്ന് നിന്റെ മക്കളോട് കൂടെ ഇരുന്ന ഉള്ളകരങ്ങളിൽ വഹിച്ച് നടത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഫിലദൽഫിയ ലറനി ഫിലിപ്പച്ചന്റെ മാതാവ് ഹൃദയ സംബന്ധമായ രോഗത്തോടുകൂടെ ആശുപത്രിയിലെ കോട്ടയത്ത് അഡ്മിറ്റ് ആയിരിക്കുന്നു. ആ പ്രിയ മാതാവിനെ നമുക്ക് ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. കർത്താവ് നിന്റെ മകളെ തൊട്ട് പൂർണ്ണമായിട്ടുള്ള സൗഖ്യവും വിടുതലും അയച്ചു ആരോഗ്യത്തോടും ബലത്തോടും കൂടെ ദൈവത്തെ സ്തുതിപ്പാൻ ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കാം. റെനിയച്ചനെ കുടുംബമായിട്ടോർത്ത് പ്രാർത്ഥിക്കാം. ദിവ്യമായ സമാധാനത്താൽ നിന്റെ മനസ്സ് ശക്തീകരിക്കണം. പ്രത്യേകിച്ച് ഈ സാഹചര്യത്തിൽ യാത്ര ചെയ്യുവാനൊന്നും കഴിയാത്ത ഒരു സാഹചര്യത്തിൽ കർത്താവിന്റെ ഉള്ളംകരങ്ങളിൽ പ്രിയ മാതാവായിരിക്കുന്ന വിശ്വാസത്തോടെ ധൈര്യപ്പെട്ടിരിപ്പാൻ പ്രിയ അച്ഛനെ ഇടയാക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കളെ, അവരുടെ ആവശ്യങ്ങളെ ഒക്കെ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഏൽപ്പിക്കാം. സകലത്തിനു മതിയായിരിക്കുന്ന ക്രിസ്തു നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ പ്രവർത്തിക്കേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ ഭാരങ്ങൾ, നമ്മുടെ ഹൃദയത്തിന്റെ വേദനകൾ, ദൈവസന്നിധിയിൽ നമ്മൾ ഉയർത്തുന്ന യാചനകൾ പിതാവേ, അവിടുത്തെ കരുണ ചൊരിഞ്ഞ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്ന് കൃപയോടെ നടത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കാം. അല്പസമയം കൊണ്ട് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ കർത്താവിന്റെ ശരീരരക്തങ്ങൾ നമുക്ക് പങ്കിട്ട് വിശ്വാസത്തോടുകൂടെ പങ്കാളികളാകുവാൻ, പുതുബലം പ്രാപിപ്പാൻ, പുതുശക്തി പ്രാപിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കുമാറാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ആഴ്ചയില് പിറന്നാൾ കൊണ്ടാടിയവരുടെ പേര് വായിക്കട്ടെ. അവർക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. മിസ്റ്റർ ജോർജ് കോശി, സ്റ്റാൻലി മാണി, ഡേവ് റോബിൻ തോമസ്,
ആൻഡ് ബീന തോമസ്. വിവാഹ വാർഷികം കൊണ്ടാടുന്നവര് മിസ്സസ് ആൻഡ് മിസ്റ്റർ ഷാൻലി ഇട്ടി ആയി, മിസ്സസ് ആൻഡ് മിസ്റ്റർ PC ചാണ്ടി. ദൈവസന്നിധിയിൽ നമുക്ക് ഇവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. കർത്താവേ, പിറന്നാൾ കൊണ്ടാടുന്ന എല്ലാ നിന്റെ മക്കളുടെ മേലും അവിടുത്തെ കരുണയുണ്ടായി അവരെ അനുഗ്രഹിക്കണമേ. കഴിഞ്ഞ വർഷക്കാലം നടത്തിയ ദൈവം തമ്പുരാൻ തുടർന്നും ദൈവത്തിന്റെ അളവറ്റ കരുണയിലും കൃപയിലും അവരെ കാത്തുപരിപാലിച്ചു വഴി നടത്തുമാറാകണമേ. പുതിയ വർഷം പുതിയ നന്മയുടെയും പുതിയ അനുഗ്രഹത്തിന്റെയും വർഷമാക്കി അവരെ അങ്ങയുടെ കരങ്ങളിൽ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ. അവരുടെ ആയുസ്സിന്റെ അവസാനം വരെയും എന്റെ പ്രിയനോട് ചേർന്ന് നിൽപ്പാനും അവിടുത്തെ മഹത്വമുള്ള സാക്ഷികളായി ജീവിപ്പാനും എല്ലാ സ്വർഗീയ നന്മകളും അനുഗ്രഹങ്ങളാലും നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹ വാർഷികം കൊണ്ടാടുന്ന നിന്റെ മക്കളെയും ഓർക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ ദൈവം തമ്പുരാൻ കുടുംബമായി നിന്റെ കുഞ്ഞുങ്ങളെ തുടർന്ന് പരിപാലിക്കണമേ. ദൈവിക അനുഗ്രഹങ്ങളാൽ അവരുടെ കുടുംബങ്ങളെ നിറയ്ക്കണമേ. മുന്നോട്ടുള്ള ജീവിതത്തില് കർത്താവ് അവരെ കുടുംബമായിട്ട് ചേർത്ത് നിൽക്കുന്ന നാൾ വരെയും എല്ലാ സ്വർഗീയ നന്മകളും അനുഗ്രഹങ്ങളും മക്കളുടെ മേലെ ചൊരിഞ്ഞോടുത്ത് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അങ്ങയുടെ സന്നിധി വെച്ച സകല വിഷയങ്ങളുടെ മേലും ദൈവമേ അവിടുത്തെ തിരുഹിത പ്രകാരം പ്രവർത്തിച്ച് ഞങ്ങളെ അനുഗ്രഹിച്ചു ഞങ്ങളുടെ മാറ്റമില്ലാത്ത മഹത്വത്തിന്റെ സാക്ഷിയായി നിൽപ്പാൻ കർത്താവ് ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണമെന്ന് ഞങ്ങളുടെ കർത്താവിന്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നത് കൃപയോടെ കേൾക്കണമേ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധ റൂഹായുടെ സംസർഗവും കൂട്ടായ്മയും നടത്തിപ്പും കാവലും പ്രിയമുള്ളവരെ നാം എല്ലാവരോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഇരിക്കുമാറാകട്ടെ. ദാനാർപ്പണത്തിനായിട്ട് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഇതാ സഹോദരന്മാരൊത്തൊരുമിച്ച് വസിക്കുന്ന ദൃശ്യമോ എത്ര മനോഹരമാകുന്നു. അപ്പം ഒന്നാകുകൊണ്ട് പലരാൾ നാം ഒരു ശരീരമാകുന്നു. നാം എല്ലാവരും ആ ഒരേ അപ്പത്തിൽ അംശികളാകുന്നുവല്ലോ. ക്രിസ്തുവേശ്വരുടെ നമ്മുടെ സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും ഐക്യത്തിന്റെയും കൂട്ടായ്മയുടെ അടയാളമായി നമുക്ക് കൈയൊല്ലി സ്വീകരിക്കാം. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് ഒരു കീർത്തനം പാടാം. നിന്നെ ഞാൻ പോക
നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. അങ്ങയുടെ പ്രിയപുത്രന്റെ രക്തത്താൽ അവിടുത്തെ കൃപാസനത്തിലേക്കുള്ള പുതുവഴിയെ പ്രതിഷ്ഠിക്കുന്ന പരിശുദ്ധ പിതാവേ, ക്രിസ്തു മുഖാന്തരമായ ഞങ്ങൾ അങ്ങയിലേക്ക് അടുത്തു വരുന്നു. സ്വർഗത്തിലും ഭൂമിയിലുള്ളതെല്ലാം അങ്ങേക്കുള്ളതല്ലോ. അങ്ങയുടെ കയ്യിൽ നിന്ന് വാങ്ങി ഞങ്ങൾ അങ്ങേക്ക് തരുന്നതേ ഉള്ളൂ. ഞങ്ങളുടെയും ഞങ്ങളുടെ ദാനങ്ങളെയും അവിടുന്ന് കൈക്കൊണ്ട് അങ്ങയുടെ മുഖത്തിനായിട്ട് ഉപയോഗിക്കണമെന്ന താഴ്മയോട് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ഇപ്പോൾ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ രക്തത്തിന്റെ ഈ സക്രമന്റെ വിശ്വാസത്താൽ കൈക്കൊണ്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് താഴെയുള്ള പ്രാർത്ഥന ചേർന്ന് ചെല്ലാം. സർവശക്തനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങളുടെ വാത്സല്യപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവായി ഞങ്ങളെ നിന്റെ മക്കളായി സ്വീകരിച്ചിരിക്കുന്നുവല്ലോ. ഞങ്ങളെ പോഷിപ്പിച്ചവർ ഞങ്ങൾക്ക് പാപമോചനം നിത്യജീവനെ കുറിച്ച് നിന്റെ വിലതരാത്ത ഭാരങ്ങൾക്കായി ഞങ്ങളെ തന്നെ ഞങ്ങളുടെ ശരീരങ്ങൾ ജീവനെ വിശദയാക്കുക. അതാകുന്നു ഞങ്ങളെ ഞങ്ങൾ ഈ ലോകത്തിലെ നല്ലതുപോലെ ആമേൻ. നമ്മുടെ ദൈവത്തിന് അനേകം സ്തുതിയും മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും ഉണ്ടായിരിക്കട്ടെ. സകല ബുദ്ധിയെയും കവിത ദൈവത്തിന്റെ സമാധാനം ദൈവത്തെയും അവന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിലും സ്നേഹത്തിലും നിങ്ങളുടെ ഹൃദയങ്ങളെ മനസ്സിലെ കാക്കട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായിരിക്കുന്ന ത്രിയേക ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും എനിക്ക് പ്രിയമുള്ളവരെ നാം എല്ലാവരോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഇരിക്കുമാറാകട്ടെ. ഇപ്പൊ നമുക്കൊരു ഗീതം പാടാം. യേശുവിനെ സ്തുതി നീൻ മനമേ, യേശുവിനെ സ്തുതി നീൻ ക്രിസ്തു, യേശുവിനെ സ്തുതി നീൻ മനമേ, യേശുവിനെ സ്തുതി നീൻ. നാശമില്ലാ സ്വർഗ്ഗവാസിയും ദേവാനന്ദനാം പരമേശ്വരനായ യേശുവിനെ സ്തുതി നീൻ മനമേ, യേശുവിനെ സ്തുതി നീൻ ക്രിസ്തു, യേശുവിനെ സ്തുതി നീൻ മനമേ, യേശുവിനെ സ്തുതി നീൻ. ബോധിച്ച സകലവും സാധിച്ചിടാനും മോദിച്ചു രക്ഷ സമ്പാദിച്ചിടാനും യേശുവിനെ സ്തുതി നീൻ മനമേ, യേശുവിനെ സ്തുതി നീൻ ക്രിസ്തു, യേശുവിനെ സ്തുതി നീൻ മനമേ, യേശുവിനെ സ്തുതി നീൻ.
യേശുവിനെ സ്തുതി നീ എൻ മനമേ യേശുവിനെ സ്തുതി നീ. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നിങ്ങളുടെ ആത്മാവോടുകൂടിയും നമുക്ക് സമാധാനത്തോടെ പോകാം. കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.